കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ അരനൂറ്റാണ്ടുകാലം പരിശോധിച്ചാൽ അതിന്റെ എല്ലാമായിരുന്ന ഒരു നേതാവുണ്ട് ഇങ്ങ് കണ്ണൂരിൽ. അധ്വാനവർഗ സിദ്ധാന്തം നെഞ്ചേറ്റിയ കർഷക നേതാവ്, കെ എം മാണി സാറിന്റെ ഏറ്റവും വിശ്വസ്തനായ അനുയായി. പേര് PT ജോസ്. കേരള കോൺഗ്രസ് എമ്മിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി 1/4 നൂറ്റാണ്ടിലധികം പ്രവർത്തിച്ച നേതാവ്. KSFയുടെ ചെയർമാനായി പ്രവർത്തിച്ച നേതാവ്. ഇത്രയും പ്രവർത്തന പാരമ്പര്യമുള്ള ആ നേതാവ് ഇന്ന് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലില്ല. എന്താണ് ഇതിന് കാരണം? ഇതാണ് BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവർ പരിശോധിക്കുന്നത്. നമ്മളോടൊപ്പം അതിഥിയായി ഇന്ന് എത്തിയിട്ടുള്ളത് PT ജോസ് ആണ്. എല്ലാ പ്രേക്ഷകർക്കും BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിലേക്ക് സ്വാഗതം. ശ്രീ PT ജോസ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ നെടുന്തൂണായി നിന്ന ഈ മലബാറിലെ ഏറ്റവും തീപ്പൊരി നേതാവ് ഇന്ന് കേരള കോൺഗ്രസിന്റെ ഒപ്പമില്ല. രാഷ്ട്രീയ പ്രവർത്തനമാകെ അവസാനിപ്പിച്ചിങ്ങനെ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ്. നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ആ തീരുമാനം, ഇത്രയും ഒരു മനമെടുക്കുന്ന ഒരു തീരുമാനം താങ്കൾ എടുക്കേണ്ടി വന്നു എന്നത് എന്തോ അതിന് പിന്നിലുണ്ട്. എന്താണത് എന്ന് വിശദീകരിക്കാമോ? ഒറ്റ ഭാഷയിൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ആഴത്തിൽ മുറിവേറ്റ ഒരു ഹൃദയമുണ്ട് എനിക്ക്. അതിൻ്റെ ആ ആനന്ദത്തിലാണ് ഞാനിപ്പോഴുള്ളത്. മുറിവേറ്റ ഹൃദയത്തിൻ്റെ ഒരു ആനന്ദമുണ്ടല്ലോ. അപ്പോൾ ആ ആനന്ദം ഞാനിങ്ങനെ ആസ്വദിക്കുക കഴിഞ്ഞ 2-2.5 വർഷക്കാലമായിട്ട്. അതാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. എന്തായാലും കേരള കോൺഗ്രസിന്റെ കെ എം മാണി സാറ് മുതൽ, ഒരുപക്ഷെ കേരള കോൺഗ്രസിന്റെ രൂപീകരണം മുതൽ അതിനൊപ്പം നടന്ന ഒരു നേതാവാണ് താങ്കൾ. കേരള കോൺഗ്രസിന്റെ കേരളത്തിൽ ആ വേരൂന്നിയ ആ കാലം, വലിയ ഒരു ദുഷ്കരമായ ഒരു കാലത്തിലൂടെ കടന്നുപോയ ആ കാലം, ഒന്നുമാകുമെന്ന് പ്രതീക്ഷിക്കാതെ ഈ പാർട്ടിയിൽ വന്ന കാലം, ആ കാലത്തേക്കുള്ള ഒരു സഞ്ചാരം എങ്ങനെയാണ്? ഞാൻ ഈ കേരള കോൺഗ്രസിൽ വരാനിടയായ ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്താണ് കേരള കോൺഗ്രസ് 64 രൂപീകരിക്കുന്നത്. അന്ന് ഞാൻ എടൂരാണ് പഠിക്കുന്നത്. ഈ രൂപീകരണ സമയത്ത് ഈ മലബാറിൻ്റെ കുടിയേറ്റ മേഖലയിൽ കേരള കോൺഗ്രസ് ഒരു സംസാര വിഷയമായിരുന്നു. ഈ കേരള കോൺഗ്രസിൻ്റെ രൂപീകരണത്തിന് നിമിത്തമായത് ശ്രീ PT ചാക്കോയാണ്. അന്ന് കോൺഗ്രസിൽ ശക്തമായ 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ചാക്കോ ഗ്രൂപ്പും CK ഗോവിന്ദനാർ ഗ്രൂപ്പും. അപ്പം കോൺഗ്രസ് പിന്നെ ഒരു വലിയൊരു പ്രസ്ഥാനമാണ്. അപ്പം അതിനകത്ത് പല ഗ്രൂപ്പും സ്വാഭാവികമാണ്. അങ്ങനെ വളരെ ശക്തമായ ഗ്രൂപ്പ് പ്രവർത്തനമൊക്കെ നടത്തി കോൺഗ്രസ് സത്യത്തിൽ ഒരു നിർജീവാവസ്ഥയിലായിരുന്നു. 52-ൽ PT ചാക്കോ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചെറുപ്പക്കാരനായ യുവ നേതാവായിരുന്നു. ആ പാർലമെൻറ്റിലെത്തിയ PT ചാക്കോ അന്ന് പാർലമെൻ്ററി തെരഞ്ഞെടുപ്പിൽ, അവരുടെ ഇൻറ്റേർണൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം മത്സരിക്കരുത് എന്ന് നെഹ്റു പറഞ്ഞു എന്നെനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു ഓർമ്മയിൽ നിന്ന് ഞാൻ പറയുന്ന, ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം. പക്ഷെ അദ്ദേഹത്തിനെതിരെ മത്സരിച്ച ടണ്ടൻ ജയിക്കുകയും അദ്ദേഹം തോൽക്കുകയും ചെയ്തു. അത് സ്വാഭാവികമാണ്. അന്ന് നെഹ്റുവിൻ്റെ ഒരു തൃപ്തിയില്ലാത്തൊരു മത്സരത്തിൽ നെഹ്റു ആരെ പിന്തുണച്ചോ അയാൾ ജയിക്കുകയുള്ളൂ. അതിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ച അംബേദ്കർ പോലും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു, ഒരു പാൽ കച്ചവടക്കാരനോട് പരാജയപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അന്ന് നെഹ്റു കോൺഗ്രസിനെ വിജയിപ്പിക്കണമെന്ന് ആഹ്വാനം കൊടുത്ത് കോൺഗ്രസ്സുകാരനായിരുന്നു അംബേദ്കർക്കെതിരെ മത്സരിച്ചത്. അംബേദ്കർ പരാജയപ്പെട്ടു പോയി, കഴിവും പ്രാപ്തിയില്ല എന്നിട്ടാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിലായിരിക്കാം ഒരു പക്ഷേ PT ചാക്കോ. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വന്ന് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. ആ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1957 തെരഞ്ഞെടുപ്പിൽ ലോക ചരിത്രത്തിൽ ആദ്യമായെന്നും രണ്ടാമതെന്നും പറയുന്നുണ്ട്, ബാലറ്റിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് കേരളത്തിലാണ്. സഹാബ് നമ്പൂതിരിപ്പാടാണല്ലോ മുഖ്യമന്ത്രിയായിരുന്നു. അന്ന് അദ്ദേഹത്തിന് ഭൂരിപക്ഷമില്ലായിരുന്നു. അന്നാണ് സത്യത്തിൽ ഒരു മുന്നണി സംവിധാനത്തിൻ്റെ, ഒരു കൂട്ടുകക്ഷി ഗവൺമെൻറ്റിൻ്റെ സ്വഭാവത്തിലേക്ക് കേരളത്തെ കൊണ്ടുവരുന്നത്. 5 സ്വതന്ത്ര MLA-മാരെയും കൂടെ കൂട്ടി ഭൂരിപക്ഷത്തിൽ ആണ് EMS 57 ഗവൺമെൻറ് രൂപീകരിക്കുന്നത്.
കേരള രാഷ്ട്രീയം പരിശോധിച്ചാൽ അറിയാം, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഒക്കെ വരുമ്പോഴും കുറച്ച് കാലം കഴിയുമ്പോഴത്തേനും അതങ്ങ് വഷളാകും. ഞാനതിൻ്റെ കാര്യകാരണങ്ങളിലൊന്നും വിശദീകരിക്കുന്നില്ല. അങ്ങനെയാണ് വിമോചന സമരം രൂപപ്പെടുന്നത്. ആരെല്ലാം എന്തെല്ലാം ന്യായം പറഞ്ഞാലും ശരി, അന്ന് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച പത്രം കേരള കൗമുദിയാണ്. അവസാനം കേരള കൗമുദി ഞങ്ങൾ ലജ്ജിക്കുന്നു നിങ്ങളെ അധികാരത്തിൽ കൊണ്ടുവന്നില്ലെന്ന് എഴുതേണ്ടി വന്നു. ശ്രീ ബാലകൃഷ്ണനായിരുന്നു എഡിറ്ററെന്ന് ഞാൻ എൻ്റെ ഓർമ്മ. അപ്പോൾ അത് വന്നു, വിമോചന സമരം വന്നു, ഇന്ത്യയിലൊരു പുതിയ രാഷ്ട്രീയ തീരുമാനം ഉണ്ടായി. അതുവരെ ഇന്ത്യൻ ഭരണഘടനയുടെ 356 വകുപ്പ് പ്രയോഗിച്ചിട്ടില്ല. ആദ്യമായി 356 വകുപ്പ് പ്രയോഗിച്ച് ഇടതുപക്ഷ ഗവൺമെൻറ് EMSൻ്റെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടു. ഇന്ന് ഒരു വിവാദമായി നിൽക്കുന്നത് ശരിയാണെന്നും തെറ്റാണെന്നും പറയുന്ന രണ്ട് അഭിപ്രായമുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. അതിനുശേഷം 1960 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒന്ന് മുന്നണി ഉണ്ടാക്കി. PSP, കോൺഗ്രസ് ഒക്കെ കൂടിയുള്ള ഭൂരിപക്ഷം കിട്ടി. അന്ന് 57 പ്രതിപക്ഷ നേതാവ് ആണ് കീഴ്വഴക്കമനുസരിച്ച് മുഖ്യമന്ത്രിയാവേണ്ടത്, അല്ലേ? ചരടുവലികളുടെ ഭാഗമായി അപ്പോൾ ചരടുവലി ബന്ധുവേ ഉണ്ട്. PT പട്ടം താണുകളെ മുഖ്യമന്ത്രിയാക്കി, PSPയുടെ നേതാവ്. വളരെ കാലം കഴിയുന്നതിന് മുമ്പ് പട്ടത്തിനെ പഞ്ചാബ് ഗവർണറാക്കി ഈ വേക്കൻസി ഇവിടെ ഉണ്ടാക്കി മുഖ്യമന്ത്രിയായിട്ട് പിന്നെ ശങ്കരനെ കൊണ്ടുവന്നു. ഇതൊക്കെ രൂപപ്പെടുത്തിയ ചില അസംതൃപ്തികളും അസഹിഷ്ണുതകളും ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചു. ഇതിനാണ് ഞാനിത് ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെ പക്ഷെ PT ചാക്കോ കോൺഗ്രസ് വിട്ടുപോയില്ല. മരിക്കുന്നവരെയും കോൺഗ്രസ്സുകാരനായിരുന്നു. അതോ പ്രത്യേകമായി ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുക. അദ്ദേഹം വീണ്ടും കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയും കോൺഗ്രസിന് കുറച്ചുകൂടി ജനകീയ അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആളുകളെ മത്സരിപ്പിച്ചു. അവിടെയും പരാജയപ്പെട്ടു. അപ്പം എൻ്റെ ഇന്നത്തെ അവസ്ഥ പോലെ അദ്ദേഹത്തിനും മാനസികമായൊരു വ്യഥയുണ്ടായി. അങ്ങനെ അവരൊക്കെ അഴിമതിരഹിത രാഷ്ട്രീയക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുടുംബജീവിതത്തിൽ അതിൻ്റെ പ്രാരാബ്ധത്തിന് വേണ്ടി പുള്ളി നല്ലൊരു വക്കീലായിരുന്നു. അങ്ങനെ കേസ് വാദിക്കാൻ പോയി. കോഴിക്കോട് ജില്ലയിലെ കാവിലമ്പാറയിലെ ഒരു കേസ് വാദിക്കാൻ വേണ്ടി സ്പോട്ട് സന്ദർശിച്ച്, അല്ലാതെ കേസ് കൊണ്ട് കൊടുക്കുന്നത് അത് എല്ലാം കണ്ട് പരിശോധിച്ച് വസ്തുതാപരമായി പഠിച്ചല്ലാതെ അതൊരു വലിയ മാതൃകയാണ്. ആരേത് രംഗത്ത് നിന്നാലും MLA ആയാലും മന്ത്രിയായാലും പഞ്ചായത്ത് മെമ്പറായാലും വക്കീലായാലും എല്ലാം പരിശോധിച്ച് പഠിച്ച് വേണം കേസ് വാദിക്കാൻ എന്നുള്ളൊരു മാതൃകയ്ക്കായി അദ്ദേഹം അവിടെ പോയി സ്പോട്ട് പരിശോധിച്ചു. ആ കുന്നു കയറി അവിടെ വെച്ച് അദ്ദേഹം ഹൃദയാഘാതം മൂലം മരിക്കുകയായത്. അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തോടും കോൺഗ്രസ് ഒരു മതിയായ പരിഗണന കൊടുത്തില്ല എന്നൊരു വലിയൊരു വികാരം ജനങ്ങളുടെ ഇടയിലുണ്ടായി. കാവിലും പറയുന്ന കോഴിക്കോട് കൊണ്ടുവന്ന് കോഴിക്കോട് നിന്ന് ഒരു ആംബുലൻസിൽ കയറ്റി ഈ മൃതദേഹം കൊണ്ടുപോവുകയായിരുന്നു. അപ്പം അദ്ദേഹത്തെ അതുപോലെ സ്നേഹിച്ചിരുന്ന ജനങ്ങൾ പറഞ്ഞു ഇതൊരിക്കലും നീതീകരിക്കാൻ പറ്റില്ല. കാരണം ജനഹൃദയങ്ങൾ ഇത്രയേറെ സ്വാധീനം ചെലുത്തിയ ഒരു കോൺഗ്രസ് നേതാവ് കേരളത്തിൽ അന്നത്തെ കാലഘട്ടത്തിലില്ല. അതിനുശേഷം ഒത്തിരി നേതാക്കന്മാർ വന്നിട്ടുണ്ട്. അങ്ങനെ കോട്ടയത്തു നിന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ നിന്നുള്ള ആളുകളെല്ലാം കൂടെ പ്രതിഷേധവുമായി തൃശ്ശൂരിൽ വന്ന് ആ ബോഡി തടഞ്ഞു നിർത്തി. പിന്നെ രാജകീയമായ ഒരു യാത്രയെ കൊണ്ട് ഒരു ശവസംബന്ധമായിട്ടുള്ള യാത്ര. അങ്ങനെ ആ മരണം ഉണ്ടായ ഒരു സന്ദർഭമുണ്ട്. അങ്ങനെ വരികയും അപ്പം ഏതാണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ചട്ടവട്ടമായി 64 അങ്ങേരുടെ ശവസംസ്കാരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് വികാരപരമായി എല്ലാവരും കോൺഗ്രസ്സുകാരായിരുന്നവരെല്ലാം ഭയങ്കര വികാരപരമായി കോൺഗ്രസിനെ അങ്ങ് വെറുത്തു. അന്ന് ഇന്ദിരാഗാന്ധി ആവട്ടെ UN ദേബാർ ആവട്ടെ അതുപോലുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വം ഒരു പരിഗണന കൊടുത്തില്ല എന്ന വികാരവും വല്ലാതെയുണ്ട്. ആ വികാരമാണ്. എന്നിട്ട് പക്ഷേ PT ചാക്കോ അതിനു മുമ്പ് ഈ കേസിന് പോകുന്നതിന് മുമ്പ് എല്ലാവരെയും കൂട്ടി പറഞ്ഞത് നമുക്ക് കോൺഗ്രസിനെ നന്നാക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് സ്വതന്ത്രരായി മത്സരിക്കണം കോൺഗ്രസ്സുകാരെ. അങ്ങനെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തി ഒരു ഇതിലേക്ക് പോകണമെന്നായിരുന്നു. അപ്പോൾ കോൺഗ്രസ് ഉപേക്ഷിക്കാൻ അയാൾ തയ്യാറായില്ല. പഴയകാല ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. കോൺഗ്രസിൻ്റെ എല്ലാ
അച്ചടക്കങ്ങൾക്കും വിധേയനായി പ്രവർത്തിച്ച ആളാണ് പി ടി ചാക്കോ. പി ടി ചാക്കോ ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്നപ്പം രാജിവെച്ചിറങ്ങിയപ്പോൾ കേരളം ഒട്ടുക്ക് അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തപ്പം കോൺഗ്രസ് ഹൈക്കമാൻഡ് പറഞ്ഞു ഇനി സ്വീകരണം ഏറ്റുവാങ്ങരുതെന്നു. അന്നേരം സ്റ്റോപ്പ് ചെയ്തു. അപ്പം ആ ഒരു വല്ലാത്തൊരു സംഘർഷ മേഖലയായിരുന്നത്. ആരോപണം, പ്രത്യാരോപണം, യാതൊരു സത്യസന്ധതയില്ലാത്ത ആരോപണങ്ങൾ. അപ്പം അതിനെയൊക്കെ നേരിടുന്ന ഒരു കരുത്തുറ്റ ഒരു പോരാളിയുടെ സ്വഭാവം. അദ്ദേഹം വളരെ പെട്ടെന്ന് 59-ാമത്തെ വയസ്സിൽ മരിക്കുന്നു എന്ന് പറയും. 49 എൻ്റെ ഓർമ്മ. എൻ്റെ വയസ്സ് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഏതൊക്കെയാലും ചെറിയ പ്രായത്തിൽ 59 വയസ്സാണ് നിൽക്കുന്നത്. അതങ്ങനെയാണ് കേരള കോൺഗ്രസിൻ്റെ രൂപീകരണത്തിലേക്ക് കടക്കുന്നത്. 65-ൽ മന്നത്ത് പത്മനാഭനാണ് ഞാൻ കേരള കോൺഗ്രസ് എന്ന് നാമകരണം ചെയ്യുന്നു പറഞ്ഞ് കേരള കോൺഗ്രസ് ഉണ്ടാക്കിയത്. അന്ന് ആദ്യത്തെ ചെയർമാനായി കെ എം ജോർജ് തിരഞ്ഞെടുക്കപ്പെട്ടു. വന്ന് കെ എം ജോർജിൻ്റെ ഒരു വളരെ വികാരപരമായൊരു കത്തുണ്ട് ഇതിൻ്റെ രൂപീകരണത്തിൽ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക്. നല്ല കല്ലച്ചിൽ തയ്യാറാക്കിയ ഒരു കത്ത് പ്രിൻ്റ് ചെയ്ത് എല്ലാവർക്കും അയച്ചു കൊടുത്തു. നിങ്ങൾ കേരള കോൺഗ്രസ് ചേരണം, കേരള കോൺഗ്രസിനെ സഹായിക്കണം, കർഷക പ്രസ്ഥാനത്തിന് കർഷകരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആവശ്യമാണെന്നൊക്കെ പറഞ്ഞൊരു കത്തുണ്ട്. ഇത് ഞാൻ ഈ ചെറുപ്പത്തിൽ പഠിക്കുമ്പോൾ വായിച്ചു. അത് കണ്ടാൽ നല്ല മനോഹരമായൊരു കത്താണ്. അന്ന് ഞാൻ എടൂർ പഠിക്കുമ്പം ഞാൻ നിന്ന് പഠിച്ച എൻ്റെ ഇളയപ്പൻ്റെ വീട്ടിൽ അന്ന് ഈ ഒരു കത്ത് അവർ കൊണ്ടുവന്നു. അപ്പോൾ അവരൊക്കെ ആ ഒരു യോഗത്തിനൊക്കെ പറയാം. ഞാനും യോഗത്തിനൊന്നും പോയിട്ടില്ല. ഈ കത്തെടുത്ത് വായിച്ച് ഞാൻ ഈ കത്തെടുത്ത് സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ 10ാം ക്ലാസ് എല്ലാം കഴിഞ്ഞ് റിസൾട്ട് നോക്കി നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ എനിക്ക് തോന്നി കെ എം ജോർജിനൊരു എഴുത്തെഴുതാം. ഞാൻ അന്നേരം കെ എം ജോർജ് ചെയർമാൻ കേരള കോൺഗ്രസ് കോട്ടയം എന്ന് പറഞ്ഞ് ഒരു കത്തങ്ങോട്ട് എഴുതി. ഞാനിങ്ങനെ കേരള കോൺഗ്രസ് രൂപീകരിക്കാൻ ആഗ്രഹിക്കുന്നു, അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് പി ടി ജോസ്, അന്ന് ജോസഫ് എന്നാണ്, ജോസഫ് പുളിക്കിയിൽ തടിക്കടവിൽ ഇങ്ങനെ ഒരു കത്ത് വന്നിരിക്കുന്നു, ഏതാണ്ട് ഭയങ്കര പ്രഗത്ഭനായ ആളാരാണ്ടാണ് എന്ന് പുള്ളി എഴുതി കാണും. അന്നുണ്ടായിരുന്ന ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രമുഖരായ ആളുകളാണ്. അന്ന് ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് പെരുമ്പഴായിരുന്നു. ഫിലിപ്പ് പെരുമ്പഴ, സക്കറിയ ചെറുമലം, സീരിയ കുര്യാക്കോസ് തുടങ്ങിയ കുറേ ആളുകൾ. അവരെല്ലാം ജോർജ് സാർ അന്നത്തെ ആ ചെയർമാൻ എന്ന് പറയുന്ന ആളിൻ്റെ ഒരു പ്രവർത്തന രീതിയാണ് ഞാൻ സ്വീകരിക്കുന്നത്. ഇങ്ങനെ ഒരു കത്ത് കിട്ടിയപ്പോൾ അതുപോലും അവഗണിക്കല്ലേ ഇത്, അതത്ര പ്രാധാന്യത്തോട് എടുത്ത് ഇവരെയൊക്കെ അറിയിച്ചു. ഇന്ന പോലെ ഒരാളുണ്ട്, പോയി കാണണം. അന്ന് ആലക്കോട് നിന്ന് കരയാക്കുഞ്ഞേട്ടൻ, ചെറുമലത്തെ കരയാക്കുഞ്ഞേട്ടൻ എന്ന് പറയുന്ന അവിടുത്തെ പ്രമുഖനായ ഒരാളാണ്. അങ്ങയുടെ ജീപ്പ് എടുത്ത് എന്നെ അന്വേഷിച്ച് വരിക. അപ്പോൾ ചെറുതന കറിയാക്കുഞ്ഞേട്ടൻ അവിടെ അറിയപ്പെടുന്ന ഒരാളാണ്. കറിയാക്കുഞ്ഞേട്ടൻ ഇങ്ങനെ ഈ പുളിക്കിയിലെ ജോസഫ് ഏതാണെന്ന് ചോദിച്ചോണ്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ പുളിക്കൽ നിന്ന് വേറൊരു വീട്ടുകാരൻ, അവിടെ ചെന്ന് പറഞ്ഞ് ഞങ്ങളായിരിക്കില്ല, ഇങ്ങനെ ഒരു പുളിക്കക്കാരുണ്ട് അവിടെ ആയിരിക്കും എന്ന് പറഞ്ഞു. അവിടെ വന്നു കഴിഞ്ഞ് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഞാനന്ന് പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒരു വായനശാല രൂപീകരണം, ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടെ കൂടി ഒരു വായനശാല മണിക്കലിൽ, ഒരു ജനകീയ വായനശാലയ്ക്ക് വേണ്ടി പുസ്തകമൊക്കെ തേടി നടക്കുന്ന സമയമാണ്. അന്നൊരു കൈരിയൊക്കെ കൊടുത്ത് ബനിയൊന്നുമില്ല, ഇങ്ങനെ കഴുത്തലൊരു തോർത്തും വളച്ച് കെട്ടിയിട്ട് നടക്കുന്നൊരു, അത് അന്നത്തെ ഒരു ശൈലി. കറിയാക്കുഞ്ഞേട്ടൻ വന്ന് ചോദിച്ചു, ഈ പുളിക്കിലെ പി ടി ജോസഫ് ഏതാ? അപ്പം ഞാൻ പറഞ്ഞു ഞാനാ. അപ്പോൾ മീശ കറുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ പിന്നീട് കറിയാക്കുഞ്ഞേട്ടൻ പറഞ്ഞു, എൻ്റെ ദൈവം, ഈ ജോർജ് സാറിൻ്റെ ഒരു തമാശ, ഈ പയ്യനെയാണോ? എങ്ങനെയാണെങ്കിലും അതൊന്നും അന്നേരം എന്നോട് കാണിക്കാതെ ഇങ്ങനെ ജോർജ് സാറിന് കത്ത് എഴുതിയായിരുന്നു. ഞാൻ കത്ത് എഴുതി. അപ്പോൾ എന്നാൽ പിന്നെ ജോർജ് സാറിൻ്റെ കത്ത് വന്നിട്ടാണ് ഞാൻ അന്വേഷിക്കാൻ വന്നത് എന്ന് പറഞ്ഞ് 25 മെമ്പർഷിപ്പും തന്ന് അതിൻ്റെ ഒരു ഭരണഘടനയൊക്കെ തന്ന് അങ്ങനെ ഇറങ്ങിപ്പോയി. അതെൻ്റെ സ്വാധീനം എത്രയാണെന്ന് പറയാം. 25 പേര് പോയിട്ട് ഞങ്ങളാകെപ്പാടെ പിള്ളേർ പ്രായപൂർത്തി കഴിഞ്ഞവരല്ല, 13 പേരെ കിട്ടി. അങ്ങനെയാണ് ആദ്യത്തെ വാർഡ് കമ്മിറ്റി ഉണ്ടാക്കുന്നത്. അന്ന് മുതൽ പിന്നെ എത്രയോ ആളുകളെ കേരള കോൺഗ്രസിൽ ചേർക്കുക എന്നുള്ളൊരു ആഗ്രഹമാണ് മനസ്സിൽ കൊണ്ടു നടന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് ഈ ദീപിക പത്രം കേരള കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ഒരു പത്രമാണ് അന്ന്. അപ്പോൾ ഈ മലബാറിൽ ഒത്തിരി കുടിയേറ്റ കൃഷിക്കാരുണ്ട്. അപ്പോൾ അവിടെയുള്ള മറ്റു വാർത്തകളൊക്കെ അറിയാൻ ഈ ദീപിക ഇല്ല എന്നുള്ളൊരു പരാതി ദീപിക പത്രത്തിന് കൊടുത്തപ്പോൾ അവർ തീരുമാനിച്ചു മലബാറിൽ ദീപിക ആരംഭിക്കണം. അങ്ങനെ അന്ന് അതിൻ്റെ സർക്കുലേഷൻ മാനേജർ മലബാറിലേക്ക് വരുന്നു. അപ്പോൾ ഈ കറിയാക്കുഞ്ഞേട്ടൻ്റെ ഒരു ബന്ധുവാണ്. അപ്പോൾ നമുക്കിങ്ങനെ ദീപിക കൊണ്ടുവരണം, പറ്റുന്ന ഒരാളെ വേണം
ഒരു ഗ്രാജുവേറ്റിനെ കിട്ടിയാൽ നന്നായിരുന്നു. അപ്പോൾ കറിയാക്കുഞ്ഞേട്ടൻ പറഞ്ഞു, ഗ്രാജുവേറ്റ് ഒന്നും എൻ്റെ കയ്യിലില്ല, ഞാനൊരു പയ്യനെ കാണിച്ചു തരാം, മിടുക്കനാ. അച്ഛൻ വിളിച്ചു നോക്കി, പറ്റുമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ കറിയാക്കുഞ്ഞേട്ടൻ ജീപ്പ് അവിടുന്ന് വിട്ടു. എന്നോട് പറഞ്ഞു വേഗം ഈ വരണം. അപ്പം ഡ്രൈവർ എന്ന് പറഞ്ഞു ഇങ്ങനെ കറിയാക്കുഞ്ഞേട്ടൻ പറഞ്ഞിട്ടാണ്. ഞാൻ പെട്ടെന്ന് കുളിച്ച് റെഡിയായി നേരെ അവിടെ ചെന്നു. അച്ഛനുമൊക്കെ ആയിട്ട് സംസാരിച്ചു. വേറെ അച്ഛനൊന്നും പറയാൻ പോയില്ല. കുറേ ചോദ്യമൊക്കെ ചോദിച്ചാണെല്ലാം ഞാൻ മറുപടി പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഇവർ മാറിയിരുന്ന് കറിയാക്കുഞ്ഞിനോട് സംസാരിച്ചിട്ട് എനിക്ക് പത്രപ്രവർത്തനം പഠിപ്പിക്കണമല്ലോ, ഇപ്പം കോട്ടയത്തേക്ക് വരാൻ തയ്യാറുണ്ടോ അച്ഛൻ, അത് അവനോട് ചോദിക്കാൻ നമുക്കെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു 5-6 മാസം കോട്ടയത്ത് വന്ന് ഒരു ജേർണലിസം കോഴ്സിൽ, അതായത് അതിന് ഡിപ്ലോമയൊന്നുമില്ല, എന്തെങ്കിലും ഒരു അവർ പറഞ്ഞു തരുന്നത് പഠിക്കാം. അങ്ങനെ ഞാൻ ദീപികയിൽ ചേർന്നു. അവിടുന്ന് ഒരു കോഴ്സൊക്കെ കഴിഞ്ഞ് 68 അവസാനം കേരള കോൺഗ്രസ് ഇവിടെ കണ്ണൂർ തളിപ്പറമ്പിൽ ജയശ്രീ ബിൽഡിങ്ങിൽ ദീപിക സബ് ഓഫീസ് തുറന്നു. അപ്പോൾ ഈ ദീപിക സബ് ഓഫീസ് തുറന്ന് അപ്പോൾ ഇന്ന് കേരള കോൺഗ്രസിൻ്റെ ഈ വാർഡ് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയ വെച്ചാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ കേരള കോൺഗ്രസ് ഒരു മനസ്സിലുണ്ടല്ലോ. അപ്പോൾ ദീപികയുടെ ഏജൻസി എടുക്കാൻ ഈ മലയോര മേഖലയിലുള്ള എല്ലാ പള്ളികളിലും പോകണം. അപ്പോൾ ഈ അച്ഛൻ എന്നെ ഈ അച്ഛൻ കൂട്ടി നേരെ എവിടെ പോയി, തലശ്ശേരി വള്ളോപ്പള്ളി പിതാവിനെ കണ്ടു പറഞ്ഞു, ഇങ്ങനെ ദീപികയുടെ ഇവിടുത്തെ ചുമതല ജ്യൂസിനാണ് കൊടുത്തിരിക്കുന്നത്, പിതാവൊന്ന് സഹായിക്കണം. അങ്ങനെയാണ് അങ്ങനെ ആദ്യമായി വള്ളോപ്പള്ളി പിതാവിൻ്റെ എന്നെ ഞാൻ ഗുരുവായിട്ടൊന്നും സ്വീകരിക്കുകയും ചെയ്തു. പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ ഈ പള്ളി വിസിറ്റിന് പോകുമ്പം ജോസ് ഞാൻ ആ ലിസ്റ്റ് തരും, എൻ്റെ സെക്രട്ടറി അച്ഛനോട് പറഞ്ഞാൽ ജോസ് എൻ്റെ കൂടെ വന്നാൽ മതി, ഞാൻ പള്ളിയിൽ പറയാം. അപ്പോൾ പിതാവ് ഇങ്ങനെ പറയും, ദീപികയുടെ അന്ന് ഓർഗനൈസർ എന്നാണ് അറിയപ്പെടുന്നത്, ഓർഗനൈസർ ജോസ് വരുന്നുണ്ട്, ഒരു ഏജൻറ്റിനെ റെഡിയാക്കി വെച്ചേക്കണമെന്ന് പള്ളിയിലെ വികാരച്ചനോട് പറയും. ഞാൻ അവിടെ ചെന്ന് ഈ ഫോമൊക്കെ പൂരിപ്പിച്ച് ദീപികയെ പറ്റിയൊക്കെ പറഞ്ഞ് പൂരിപ്പിക്കുന്ന കൂടെ ഞാനൊരു കേരള കോൺഗ്രസ് യൂണിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് പോരും. മനസ്സിലായില്ലേ? ഇത് രണ്ട് സൈമിൾട്ടേനിയസ് കാണാം. അന്ന് കണ്ണൂരും കാസർഗോഡും നോർത്ത് വയനാടും ഒരു ജില്ലയല്ലേ. അങ്ങനെ ഞാനിങ്ങനെ വ്യാപകമായി എല്ലാ മേഖലയിലും പ്രവർത്തിച്ച് പടിപടിയായി എന്നെ നിയോജകമണ്ഡലം സെക്രട്ടറിയാക്കി. ഈ ദീപിക നിൽക്കുമ്പം തന്നെ പിന്നെ ജില്ലാ സെക്രട്ടറിയായി. അപ്പോഴത്തേക്കും 77 ഞാൻ മത്സരിച്ചു. 77 തൃക്കരിപ്പൂര്. അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്. 77 മത്സരിച്ചു, 80 മത്സരിച്ചു, 82 മത്സരിച്ചു, 2001 മത്സരിച്ചു, 4ഇടത്തും തോറ്റു. അപ്പം അറിയാമല്ലോ മലബാറിൻ്റെ അവസ്ഥ, CPM-ന്റെ ശക്തി തൃക്കരിപ്പൂരൊക്കെ. പക്ഷേ എനിക്ക് ഇന്നും അഭിമാനം തോന്നുന്നു, ഞാൻ തൃക്കരിപ്പൂർ ഒരു 8884 വോട്ടിനെ തോറ്റുള്ളൂ അന്ന്. അതോ തളിപ്പറമ്പിൽ MP പിന്നെ നമ്മുടെ CPM മൂസാൻകുട്ടിയോടാണ് മത്സരിച്ചത്. അതേസമയം ഇടതുപക്ഷ മുന്നണി 80-ൽ എനിക്ക് കിട്ടിയത് സുൽത്താൻ ബത്തേരിയാണ്, കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തമായ കോട്ടയാണ്. അപ്പോൾ ഇടതുപക്ഷത്ത് നിൽക്കുമ്പം കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലും UDF നിൽക്കുമ്പം CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിലും മത്സരിക്കാനുള്ള യോഗമാണ് കിട്ടിയത്. അങ്ങനെ ഞാൻ 3-4 പ്രാവശ്യം തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇതെനിക്കൊരു ഒരു പ്രയാസമായി. ഒടുവിൽ 80-ൽ മത്സരിച്ചപ്പോൾ തുടർച്ചയായിട്ടുള്ള മത്സരമല്ലേ, ജയിക്കുമെന്നൊക്കെ തോന്നി ഞാൻ ദീപിക എന്ന് റിസൈൻ ചെയ്തു. അതുവരെയും ദീപികയുടെ ശമ്പളവും പറ്റി ഇങ്ങനെ ജോലി ചെയ്യാൻ പറ്റുകയില്ല. ആ ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. അന്ന് കോട്ടയത്ത് നിന്ന് അടുത്ത് പത്രം വന്നുകൊണ്ടിരുന്നത്. അതാണ് എൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത്. അതിനുശേഷം സത്യത്തിൽ വലിയ ഉറങ്ങാത്ത രാത്രികളുണ്ട്. കേരള കോൺഗ്രസിൽ ഇടയ്ക്കൊരു നേരിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. മാത്തച്ചൻ കുരുനാക്കുന്നവരും ജയച്ചക്കയൊക്കെ കൂടി ഒരു കേരള കോൺഗ്രസ് ഉണ്ടാക്കി. പാർട്ടിക്കകത്തൊരു ചേരിതിരിവ് എന്ന് പറയുമ്പോഴത്തേക്ക് വല്ലാത്തൊരു പ്രയാസമാണ്. അപ്പം അങ്ങനെ ഒരു സാധാരണ പ്രവർത്തകൻ്റെ മനസ്സായിരുന്നു എനിക്ക് അന്നും ഇന്നും. പാർട്ടിക്കൊരു ക്ഷീണം ഉണ്ടാക്കരുത്, ആ മനസ്സിലേ ഞാൻ പോയിട്ടുള്ളൂ. ഈ മാണിസാറിനൊന്നും അന്ന് എനിക്കറിയത്തില്ല. ഞാൻ KM ജോർജ്, ജോൺ ജേക്കബ്, മാത്തച്ചൻ കുരുനാക്കുന്നവർ, ലൂക്കോസ് തുടങ്ങിയ ആളുകളെ ഈ ഏജൻസി മീറ്റിങ്ങിനും പത്രപ്രവർത്തനത്തിനും അന്ന് കോട്ടയത്തല്ല ദീപിക അച്ചടിക്കുന്നത്, അവിടെ പോവും, പാർട്ടി ഓഫീസിൽ പോവും. അന്നത്തെ ഭാരവാഹികൾ ഇവരാ. അവരെ കൂട്ടി ഇവിടെ കൊണ്ടുവരും. ഇങ്ങനെ മാത്തച്ചൻ വരുന്നുണ്ട്, കുറേ പേരെ കൂട്ടണമെന്ന് പറഞ്ഞാൽ അന്നേരം ആൾ കൂടും ഭയങ്കരമായിട്ട്. ആ ക്ലാസ്സുകൾ കേട്ട് ആണ് ഞാനും രാഷ്ട്രീയം പഠിച്ചതും വളർന്നതും.
അപ്പം അതാണ് എൻ്റെ ഒരു രാഷ്ട്രീയം. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ചൊരു ഗോഡ് ഫാദറോ ഒന്നുമില്ല. അവസാനം ഒരു ദിവസം ഞാൻ ദീപികയിൽ ഇരിക്കുമ്പം 71 മാണി സാറിനെ ജോർജ് സാർ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തു. അപ്പോൾ അതിനുശേഷമുള്ള സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ മത്സരത്തിൻ്റെതായ ഒരു രീതി കണ്ടുകൊണ്ട് എല്ലാവരെയും അതായത് ഒരു 10ാം ക്ലാസ്സുകാരനിൽ നിന്നാണ് കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയം തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ മാണി സാർ ഇങ്ങനെ പാർട്ടിയിലേക്ക് വരുന്ന ആ കാലം, പാർട്ടിയിലുണ്ട് പക്ഷെ നേതൃത്വത്തിലേക്ക് വരുന്ന ഒരു കാലം, കെ എം ജോർജിന്റെ ഒന്നിച്ച് മാണി സാർ കൂടി വരുന്നു. ആ ഒരു കാലം എങ്ങനെയായിരുന്നു? മാണി സാറ് 65 പാലായി മത്സരിച്ചയാളാണ് ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. മാണി സാർ അന്നും കേരള കോൺഗ്രസിലുണ്ട്, രൂപീകരണ കാലം മുതലുള്ളതാണ്. കോട്ടയം DCC സെക്രട്ടറി ആയിരുന്നപ്പോൾ കോട്ടയം കമ്മിറ്റി മേർജ് ചെയ്ത് കേരള കോൺഗ്രസ് ആയത്, കേരള കോൺഗ്രസിലേക്ക് മേർജ് ചെയ്യുകയത്, ബോർഡ് മാറ്റി വെച്ചതേ ഉള്ളൂ. കോൺഗ്രസിൻ്റെ കമ്മിറ്റി ബോർഡ് മാറ്റി കേരള കോൺഗ്രസ് ആക്കി. അന്ന് മാണി സാർ DCC സെക്രട്ടറിയാണ്, KPCC അംഗമാണ്. അപ്പോൾ അതുകൊണ്ട് മാണി സാർ അന്ന് മുതലേ ഉണ്ട്. പക്ഷേ കേരള കോൺഗ്രസിൻ്റെ നേതൃത്വ പദവിയിലേക്ക് 65 ശേഷം 69-70 കൂടിയാണ് പുള്ളിയെ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിട്ട്. അന്ന് R ബാലകൃഷ്ണപിള്ള, മാത്തച്ചൻ കുരുനാക്കുന്നേൽ, സരസ്വതി അമ്മ തുടങ്ങിയ ആളുകളാണ്, OV ലൂക്കസ് തുടങ്ങിയവരാണ് പാർട്ടിയുടെ ഭാരവാഹികൾ. അപ്പോൾ ആ നേതൃത്വത്തിലെ പാർട്ടിയുടെ ഭാരവാഹിത്വത്തിലേക്ക് മാണി സാർ വരുന്നത് പിന്നീടാണ്. അത് ആ 70, 69-70 വരുന്നത്. അപ്പോൾ 71 അവസാനത്തോടെ ഞങ്ങളുടെ സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഈ മലബാറിലെല്ലാം എല്ലാവരെയും സംഘടിപ്പിക്കാൻ വേണ്ടി മാണി സാർ വരുന്നു. അങ്ങനെ മാണി സാർ ഗസ്റ്റ് ഹൗസിൽ വന്നിരുന്നിട്ടൊരു ആളെ വിടുക, ദീപിക തലപ്പറമ്പിലേക്ക് ഒന്ന് കാണണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അന്നേരം അത്ര വലിയ പരിചയമൊന്നുമില്ല, പക്ഷേ നിയമസഭയിലെ പോരാളി എന്നുള്ള നിലയ്ക്ക് പത്രത്തിലൂടെയും അല്ലാതെ അറിയാമല്ലോ. അന്നും 67 മുതൽ ഉള്ള നല്ല ഒന്നാന്തരം നിയമസഭാ പ്രസംഗങ്ങളുണ്ട്. ആദ്യത്തെ പ്രസംഗം റബ്ബർ കൃഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പുള്ളിയുടേത് നിയമസഭയിൽ. അപ്പോൾ ആ നിലയ്ക്ക് വലിയൊരു ഒരു 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 രോമാഞ്ചം, ഒരു ആരാധന ആ പുള്ളിയോടും ഉണ്ട്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു സംഘടനാ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ ഒരു മത്സരം ഉണ്ടായേക്കും. അപ്പോൾ ആ രീതിക്ക് അനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഗ്രൂപ്പ് പോലെ എന്ന് വിചാരിച്ചു, തെരഞ്ഞെടുപ്പ് ക്രോഡീകരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും നമ്മൾ പറഞ്ഞാൽ നിൽക്കുന്ന ആളുകളെ തിരഞ്ഞെടുക്കുന്ന രീതിയിലേക്ക് വരികയും അങ്ങനെ ആ തെരഞ്ഞെടുപ്പിൽ ആണ് ഞാൻ പാർട്ടിയുടെ അന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയേ ഉള്ളൂ, കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അന്ന് മുതലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് പുള്ളി ഈ പറഞ്ഞതുപോലെ കുറച്ച് തിയററ്റിക്കലായിട്ട് കാര്യങ്ങൾ കാണുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആളാണ്. അന്ന് ഞങ്ങൾ എവിടെ ചെന്നാലും കേരള കോൺഗ്രസ് തന്നെ പ്രത്യയശാസ്ത്രമുണ്ടോ, കോൺഗ്രസ് മാറി കേരള കോൺഗ്രസ്സായി, നിങ്ങളുടെ എന്നതാ ഐഡിയ, കമ്മ്യൂണിസമാണോ സോഷ്യലിസമാണോ മുതലാളിത്തമാണോ? അപ്പം ആ ഒരു ചോദ്യത്തിനൊരു മറുപടി വേണം എന്നുള്ള നിലയിലാണ് മാണി സാറ് ഇതിനൊരു പ്രത്യയശാസ്ത്ര സമീപനം സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ആദ്യമായി ആലുവ സാമ്പത്തിക പ്രമേയം ഉണ്ടാക്കി. അതാണ് ഞാൻ പറഞ്ഞത്, മാണി സാറിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു റീജിയണൽ രാഷ്ട്രീയം, റീജിയണൽ പാർട്ടി. കാരണം ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് ഇന്ത്യയെ ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഏകകക്ഷി ഭരണം പ്രായോഗികമല്ല. അതുകൊണ്ട് സ്റ്റേറ്റ് പാർട്ടികളുടെ വളർച്ച അത് ഫെഡറലിസ്റ്റെ സഹായിക്കും. അന്ന് ആകെപ്പാടെ ശക്തമായി നിൽക്കുന്നത് DMK മാത്രമേ ഉള്ളൂ. ഇതായിരുന്നു പുള്ളിയുടെ രീതി. അപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ ആവശ്യം, ഇപ്പോൾ കോൺഗ്രസ് സോഷ്യലിസം പറയുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഏതാണ്ട് സോഷ്യലിസത്തിൻ്റെ എല്ലാം തുല്യത വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് രണ്ടുമല്ല വേണ്ടത്, നമുക്കൊരു സാമ്പത്തിക ഭദ്രതയാണ് ഇവിടെ ആവശ്യം. സാമ്പത്തിക സംവരണം, സാമ്പത്തിക ക്രമീകരണം എന്നൊക്കെ പറയുന്നതൊന്നും കാര്യമില്ല. മനുഷ്യന് സാമ്പത്തിക ഭദ്രത ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പല തട്ടിലുള്ളവരാണ്, പലർക്കും പല ചെലവുകളാണ്. അപ്പോൾ സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആണ് പുള്ളി ശ്രമിച്ചത്. അതായത് ഒരു അധ്യാപകൻ്റെ ചിലവായിരിക്കില്ല ഒരു എഞ്ചിനീയറുടെ വീട്ടിലേത്, ഒരു കൃഷിക്കാരൻ്റെ വീട്ടിൽ അങ്ങനെ ആയിരിക്കില്ല. അപ്പം അവനവൻ എവിടെ ഏത് തട്ടിലും ഏത് മേഖലയിലും പ്രവർത്തിക്കുന്നോ അവർക്കൊക്കെ ലഭിക്കുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ കഴിയണം. അവിടെയാണ് പുള്ളി കാർഷിക മേഖലയാണെങ്കിൽ ശരി, കാർഷിക മേഖലയിൽ
പാടുപെട്ട് പണിയെടുത്ത് ഉൽപ്പാദനം ഉണ്ടാക്കി കഴിഞ്ഞാൽ വിൽക്കാൻ സമയത്ത് പൈസ കിട്ടിയില്ലെങ്കിൽ പോയില്ലേ. അപ്പം അതിൽ നിന്ന് അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ഇതിലേക്കൊക്കെ വരികയാണ്. അങ്ങനെയാണ് പുള്ളി അധ്വാനവർഗ സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന് രൂപം കൊടുക്കുന്നത്. അന്ന് പുള്ളി പറഞ്ഞു, കാറൽ മാർക്സ് തൊഴിലാളി വർഗ സർവാധിപത്യം എന്നാ വിശേഷിപ്പിച്ചത്. നിങ്ങൾ പഠിച്ചു, ലോകത്താദ്യമായി തിയറി ഓഫ് ടോയിലിംഗ് ക്ലാസ് എന്ന് ഈ പാവപ്പെട്ടവനെയും ഈ അധ്വാനിക്കുന്നവനെയും പണിയെടുക്കുന്നവനെയും വിളിച്ചത് കെ എം മാണിയാണ്. മാണിസാറിൻ്റെ അധ്വാനവർഗ സിദ്ധാന്തം അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ എന്ന് പറയുന്നത് തിയറി ഓഫ് ടോയിലിംഗ് ക്ലാസ് എന്നാണ്. അധ്വാനവർഗം എന്ന് മാണിസാർ വിളിച്ചെങ്കിൽ കാറൽ മാർക്സ് തൊഴിലാളി വർഗം എന്നാണ് പറഞ്ഞത്, അല്ലേ? ഇടത്തരക്കാരെ പെറ്റി ബൂർഷ്വാസി എന്നാണ് പറഞ്ഞത്. ബൂർഷ്വാസി, പെറ്റി ബൂർഷ്വാസി, പ്രൊലറ്റേറിയറ്റ്സ്. ഈ 3 നിർവചനത്തിൻ്റെ അപ്പുറത്ത് ഇവിടെ അതല്ല ആവശ്യം. ഇവിടെ അധ്വാനിക്കുന്നവനുണ്ട്. സ്വകാര്യ സ്വത്ത് ഉടമാവകാശം പാടില്ലെന്നാണ് പ്രോലറ്റേറിയറ്റ്സിൻ്റെ നിർവചനത്തിൽ പറയുന്നത്. അവനാണ് യഥാർത്ഥ തൊഴിലാളി വർഗം. ആ തൊഴിലാളി വർഗത്തിൻ്റെ സർവാധിപത്യം സ്ഥാപിക്കണം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു തൊഴിലാളിക്ക് ഒരു അരേക്കർ സ്ഥലം ഉണ്ടാകും പെറ്റി ബൂർഷ ലിസ്റ്റിലേക്ക് പോവുകയാണ്. അപ്പം ഇതൊരു അശാസ്ത്രീയമാണ്. ഈ വർഗ വിഭജനം, ഈ വർഗ സംഘർഷം രാജ്യപുരോഗതിക്ക് അപകടമാണ് എന്ന് പറഞ്ഞയാളാണ് കെ എം മാണി. അപ്പം ഞങ്ങൾക്കൊരു പ്രത്യയശാസ്ത്ര അടിത്തറയായി, ഒരു ദീർഘവീക്ഷണമായി ഈ പ്രത്യയശാസ്ത്ര അടിത്തറയിലാണ് മാണി സാറ് 13 ബഡ്ജറ്റും അവതരിപ്പിച്ചത്. അതാണ്. അതുകൊണ്ട് തന്നെ അന്നു മുതൽ മാണിസാറുമായിട്ടുള്ള ബന്ധം അത്രയും ശക്തമായിരുന്നു. വെറും വിഗ്രഹാരാധനയല്ല, അതൊരു ഈ ഇത് തെറ്റാണെന്ന് പറഞ്ഞേനെ. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ രാഷ്ട്രീയത്തെ കണ്ടിരുന്നത് സ്ഥാപിക്കാനാണ് ഞാനിത് പറഞ്ഞത്. നമ്മളൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ ചില അടിസ്ഥാനപരമായ ആദർശം വേണം, തത്വശാസ്ത്രം വേണം, നിലപാടുകൾ വേണം, വാക്ക് പറഞ്ഞാൽ പാലിക്കാൻ കഴിയണം. ജനങ്ങളോടുള്ള ഇടപെടല. എത്രയോ ആളുകൾ, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, ഈ പല സ്ഥാനങ്ങളിൽ വഹിച്ചപ്പോൾ, ഈ മാണിസാർ മന്ത്രിയായിരുന്നപ്പോഴൊക്കെ ഒത്തിരി ആളുകൾ വരും. അവരോടൊക്കെ നമ്മൾ അവരെ കളിപ്പിക്കരുത്. പാവപ്പെട്ടവരാകാം, അല്ലാത്തവരാകാം. പറ്റുന്ന കാര്യമാണെങ്കിൽ മാത്രമേ ചെയ്യാമെന്ന് പറയാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഇത് സാധിക്കാമെന്ന് പറയണം. ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് മനുഷ്യനെ കളിപ്പിക്കുന്ന ഏർപ്പാട്. അപ്പം അതൊക്കെ കണ്ടുപഠിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് മാണിസാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണല്ലേ, അത് ബുദ്ധിമുട്ടുള്ള കാര്യം നടക്കുകയില്ല. പഠിക്കാതെ ഒരു കാര്യവും പുള്ളി ചെയ്യുകയില്ല. പഠിച്ച് ചെയ്താൽ പിന്നെ ആർക്കും അത് അഴിക്കാനും പറ്റുകയില്ല. അപ്പോൾ അവിടെ പുള്ളിയുടെ പോക്കിൽ പിന്നെ കണ്ടില്ല എന്നാ എതിർപ്പ് ആരുടെ ഭാഗത്ത് ആരാ എതിർക്കുന്നതെന്നുള്ളത് നോക്കിയിട്ടില്ല. അതുകൊണ്ടാണ് കരുണാകരൻ്റെ മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് ഇടുക്കിയിൽ അങ്ങയുടെ MLA-മാരെ കൊണ്ട് സമരം ചെയ്യിപ്പിച്ചു കെ എം മാണി. ഒരു ദിവസം നാളികേരത്തിൻ്റെ വിലയിടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാർട്ടി കൂടി ട്രെയിൻ കയറാൻ തീരുമാനിച്ചു. കെ എം മാണി മന്ത്രിയാണ്. കരുണാകരൻ പറഞ്ഞു നാളെ അന്ന് കോൺഗ്രസ് ഭരിക്കുന്ന കാലമാണ്, ഇന്ത്യയിൽ കേരളത്തിൽ മുഴുവൻ ട്രെയിൻ ഓടുമെന്ന് പറഞ്ഞു. കെ എം മാണി പറഞ്ഞു ഓടിയല്ലെന്ന് പറഞ്ഞു. കേരളം ഒട്ടിരി അങ്ങോട്ട് വണ്ടി കടന്നു. എന്ന് പറഞ്ഞാൽ കൂട്ടുകക്ഷി ഗവൺമെന്റിലും അവനവൻ്റെ അഭിപ്രായങ്ങൾ ആരുടെയും മുമ്പിലും പണയം വെക്കാത്ത രാഷ്ട്രീയമാണ് ഞാനും പഠിച്ച രാഷ്ട്രീയം. ഈ മാണിസാറ് മന്ത്രിയായി തുടരുന്നു, UDF-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി മാറുന്നു. ആ സമയത്താണ് ഈ ബാർ കോഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ ബാർ കോഴ വിഷയം ഏറ്റവും കൂടുതൽ ശക്തമായി ഉന്നയിച്ച് LDF സമരം നടത്തുന്നു, സെക്രട്ടേറിയറ്റ് വളയുന്നു, ഇത്തരത്തിലുള്ള വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നു. ആ സമയത്ത് മാണി സാറിൻ്റെ ഒക്കെ ഒരു നിലപാട് എന്തായിരുന്നു? ഈ ബാർക്കോഴ വിഷയം എന്ന് പറയുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അത് നിങ്ങൾ പത്രക്കാർ പോലും ശരിക്കും പഠിച്ചിട്ടില്ല. എന്താ ബാർക്കോഴയുടെ ആദ്യത്തെ ആരോപണം? ഒരു ബാർ ഉടമസ്ഥൻ വന്ന് പത്രക്കാരുടെ അടുത്ത് ഞങ്ങൾ UDF ഗവൺമെൻറ്റിന് 20 കോടി രൂപ കൊടുത്തു എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്, അല്ലേ ബിജു രമേശ്? അത് കോൺഗ്രസുമായി പ്രകാശുമായിട്ടൊക്കെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുമാണ്. അതെ, അതായത് അയാൾ വർക്കിംഗ് പ്രസിഡന്റാണ്. അപ്പം നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റിന് ചിലവ് വയ്ക്കുമല്ലോ. അതേസമയം ഇതിൻ്റെ ഭാരവാഹികൾ വേറെ ഉണ്ട്, ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡന്റുണ്ട്, ജനറൽ സെക്രട്ടറി ഉണ്ട്, കാര്യമുണ്ട്. ഈ ബിജു രമേശ് ഇത് പറഞ്ഞ്
അപ്പം ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ചോദ്യത്തിൽ പിടിക്കാൻ നിങ്ങൾക്കൊക്കെ സമർത്ഥം ഉണ്ടല്ലോ. ആ ചോദ്യത്തിൽ ചോദിച്ചു നിങ്ങൾ അങ്ങ് 20 കോടി കൊടുത്തപ്പോൾ എല്ലാ മന്ത്രിമാർക്കും കൊടുത്തോ, അത് ആ ക്ലിപ്പിംഗ് എടുത്ത് നോക്കി അറിയാം. അവസാനം നിയമം അറിയാവുന്നവർക്ക് കൊടുത്തോ എന്ന ചോദ്യത്തിന് നിയമം അറിയാവുന്നവർക്കും കൊടുത്തു എന്ന് ബിജു രമേശ് പറഞ്ഞു. ഒടുവിൽ കെ എം മാണി എന്ന വാക്ക് ബിജു രമേശിൻ്റെ വായിന്ന് വീണില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കെ എം മാണി അല്ലേ എന്ന് ചോദിച്ചു. അയാൾ അതിന് മറുപടി പറഞ്ഞെങ്കിലും എല്ലാവർക്കും എത്ര വെച്ച് കൊടുത്തു, എല്ലാവർക്കും ഓരോ കോടിയൊക്കെ വെച്ച് കൊടുത്തു. അങ്ങനെയാണ് ഈ 1 കോടി എന്ന വാക്ക് വീഴുന്നത്. ഉടനെ ഇതിന് തെളിവ് തരാൻ പറഞ്ഞു. എന്താ ബിജു രമേശ് അവിടുന്ന് പറയുന്നത്? എൻ്റെ ഈ പ്രസ്താവന ശരിയോ തെറ്റോ എന്ന് അറിയണമെങ്കിൽ അന്നത്തെ ക്ലിപ്പിംഗ് എടുത്ത് നോക്കണം. നാളെ 3 മണിക്കകം ഞാൻ തെളിവ് തരാം, ഇല്ലെങ്കിലോ എന്ന് ചോദിച്ചു. ഞാൻ ആത്മാഹുതി ചെയ്യുമെന്ന് പറഞ്ഞു. ശരിയാണോ ഇല്ലോ എന്ന് പരിശോധിച്ചോ. അങ്ങനെ ഇയാൾ പിരിയുന്നു. ഈ 3 മണിയാകുമ്പം പത്രസമ്മേളനം നടത്തണ്ടേ? ഈ വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഉണ്ടായതുപോലെ ചില ശബ്ദ സന്ദേശവും ചിലരും അവരത് പിരിച്ചു, ഇവരിത് പിരിച്ചു, ആ പിരിച്ചത് മുഴുവൻ അമ്മമാർ കൊണ്ടുപോയി. ഇതിനകത്ത് ഇൻറ്റേർണലായിട്ടുള്ള ഇത് വരും. അവസാനം ഇയാൾക്ക് വല്ല തെളിവുണ്ടോ? തെളിവില്ല. പിന്നെ എന്തു ചെയ്യും? അന്ന് ഈ ഗവൺമെൻറ്റുമായി സംസാരിച്ചത്, അന്ന് കുറേ ബാറുകൾ നിർത്തുകയും പൂട്ടുകയൊക്കെ ചെയ്തല്ലോ, തുറക്കണം എന്നൊക്കെയുള്ള ആവശ്യത്തിൻ്റെ മുമ്പിൽ ഈ ഒരു മത്സരം നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഇവർ പോയി എല്ലാ മന്ത്രിമാരെ കണ്ടുകൊണ്ടിരുന്നു. ആ കൂടെ അന്നത്തെ മന്ത്രിസഭയെ നിയന്ത്രിക്കുന്ന ആരാണെന്ന് അറിയാമല്ലോ? ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി, കെ എം മാണി അല്ലേ? ഈ 3 പേരെ കാണാനാണ് അവർ ശ്രമിച്ചത്. അപ്പോൾ ഉമ്മൻചാണ്ടി എടുത്തിയെന്ന് ഇതിങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അതൊന്ന് തീരുമാനം എടുത്തു തരണം. അപ്പം ഇവരുടെ പുതുക്കേണ്ട സമയം മറ്റാ. അപ്പോൾ ഉമ്മൻചാണ്ടി അന്ന് CM ഉമ്മൻചാണ്ടി ആയതുകൊണ്ട് പറഞ്ഞു മാണി സാറിനെയും കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഒന്ന് കണ്ടേക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മാണി സാറിനെ കാണാൻ കോട്ടയത്തേക്ക് ഇവർ പോകുന്നു. അല്ല, അങ്ങനൊരു എക്സൈസ് മന്ത്രിയല്ല. ഇവരുടെ ഇത് പുതുക്കി കൊടുക്കാൻ ഒരു മന്ത്രിയുടെ ആവശ്യമില്ല. ഒരു ഡയറക്ഷൻ കൊടുത്താൽ മതി, അവരുടെ പുതുക്കി കൊടുത്തേക്കാൻ പറഞ്ഞാൽ മതി. എക്സൈസ് മന്ത്രിയോ അല്ലെങ്കിൽ എക്സൈസ് കമ്മീഷണർ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. അന്ന് വളരെ ബുദ്ധിപൂർവം ഇവർ പോയി മുഖ്യമന്ത്രിയോട് പറയുകയും ഈ മന്ത്രിമാരോടൊക്കെ പറയുകയും ചെയ്തതിൻ്റെ പേരിൽ മാണി സാർ, അത് അവരുടെ ന്യായമായ കാര്യമല്ലേ, അതിനകത്ത് നമുക്കാർക്കും ഒബ്ജക്ഷൻ ഒന്നുമില്ല, അവരൊന്ന് സഹായിച്ചേരെ എന്ന് പരസ്പരം പറയുകയും ഉമ്മൻചാണ്ടി മാണി സാറ് കുഞ്ഞാലിക്കുട്ടിയും വിളിച്ചു പറഞ്ഞു, അവരൊക്കെ വിളിച്ചു പറഞ്ഞ് സഹായിക്കാനുള്ളൊരു ഇത് ചെയ്തു. അപ്പോൾ ഈ ഫയല് എക്സൈസ് വകുപ്പ് തീരുമാനിക്കുന്നതിന് പകരം എന്തു ചെയ്തു? ബാബു നേരെ ക്യാബിനറ്റിലേക്ക് വെച്ചു. അങ്ങനെ ഒരു ക്യാബിനറ്റിലേക്ക് ഒരു ഫയൽ വയ്ക്കാൻ പാടില്ല. ക്യാബിനറ്റിലേക്ക് വയ്ക്കാൻ പാടില്ലാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അപ്പോൾ ഈ ഫയൽ വരുന്നത് എക്സൈസിൻ്റെയും ഫിനാൻസിൻ്റെയൊക്കെ അംഗീകാരത്തോട് വേണമല്ലോ ഒരു തീരുമാനം എടുക്കാൻ. അപ്പോൾ ഇവർക്കാർക്കും അയക്കാതെ നേരെ ഫയൽ എങ്ങോട്ട് വെച്ചു? ക്യാബിനറ്റിൽ വെച്ചു. അപ്പം മാണി സാർ ഇവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുകയും ചെയ്തില്ലേ? ക്യാബിനറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഈ ക്യാബിനറ്റ് സാധാരണ ഇതിൽ സെക്രട്ടറിമാർ നോട്ട് കൊടുക്കും, ഈ ഫയൽ നമ്മൾ കണ്ടതല്ല, നമ്മൾ അങ്ങനെ റൊട്ടേറ്റ്. ഉടനെ കുറിപ്പ് കൊടുത്തപ്പോൾ മാണി സാർ പറഞ്ഞു ഞാൻ ഈ ഫയൽ കണ്ടില്ലല്ലോ, എൻ്റെ വകുപ്പ് കണ്ടില്ലല്ലോ, ടാക്സ് സെക്രട്ടറിയും ഫിനാൻസ് സെക്രട്ടറിയും കാണേണ്ട ഫയലാണ് എന്ന നിലയ്ക്കായിരിക്കാം. ഉടനെ ഉമ്മൻചാണ്ടി വളരെ അവിടെ വേറെ ഒന്നും നടന്നില്ല. ഉമ്മൻചാണ്ടി ബാബുവിനോട് ചോദിച്ചു അതിൻ്റെ അത് സർക്കുലേറ്റ് ചെയ്യാതെ വരുന്നതെന്ന് ചോദിച്ചു. അപ്പം ബാറുകാർ ഇന്ന് ക്യാബിനറ്റ് തീരുമാനം എടുക്കുന്നതാണ് ബാബു പറഞ്ഞിരിക്കുന്നത്. പുറത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേന് കെ എം മാണി എതിർത്തു, അതുകൊണ്ട് നടന്നില്ല എന്ന പ്രചരണമായി. നേരെ ബാബുവിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അത് നിങ്ങളെ പോയിട്ട് ആ ജുബാ ചേട്ടനോട് ചോദിക്കാൻ പറഞ്ഞു. മാണി സാർ ജുബാ, ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. എല്ലാവരും മാണി സാറിനെതിരായി. കുടിക്കതായിരുന്നു ശരിക്കും. ഇതിനകത്ത് കോൺഗ്രസ് മൊത്തമായി കുടിക്കിയതാണെന്നൊന്നും പറയാൻ നിൽക്കില്ല. കാരണം അവരങ്ങനെ മാണി സാറിനെതിരെ ആരോപണം ഉന്നയിക്കാനൊന്നും പറഞ്ഞു വിട്ടതൊന്നുമില്ല. പക്ഷേ മാണി സാറിനെ അന്ന് LDF മുഖ്യമന്ത്രിയാകാൻ ക്ഷണിക്കുന്നത് കൊണ്ട് മാണി സാറിനെയും കൂടി ഇവിടെ പിടിച്ചു നിർത്തണം. അപ്പോൾ എല്ലാവരും കൂടി ഒരു കേസ് പ്രതിയായാൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണ്ടേ. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഉദ്ദേശം, അങ്ങനെ ഒരു ചർച്ചകൾ പിന്നെ ഭംഗിയായിട്ടുണ്ടായിരുന്നു. അത് ഓപ്പണായിട്ട് പറഞ്ഞല്ലേ. അന്ന് പാർട്ടി പ്ലീനത്തിന് പോയപ്പോൾ മാണി സാർ അത് തുറന്നും പറഞ്ഞല്ലോ. ഞാനിവിടെ ധനകാര്യമന്ത്രി എന്നുള്ള നിലയ്ക്കാണ് പാലക്കാട് പാർട്ടി പ്ലീനത്തിൽ.
ഞാൻ നിങ്ങൾക്ക് ഈ ഇപ്പോഴത്തെ എൻ്റെ ക്ഷണത്തിന് എന്നെ ക്ഷണിച്ചവർക്ക് നന്ദി, കെ എം മാണി മുഖ്യമന്ത്രിയാകുന്നതിന് ക്ഷണിച്ചുകൊണ്ട് പാർട്ടി സെക്രട്ടറിയുടെ പ്രസ്താവന വന്നായിരുന്നല്ലോ. കാരണം ആ കാലഘട്ടം അങ്ങനെയായിരുന്നു. മുഖ്യമന്ത്രിയാകാൻ ക്ഷണിക്കുന്നു, മാണി സാറിൻ്റെ 9 ആളുകൾ മാറിയാൽ ഭൂരിപക്ഷം പോകും, ഇയാൾ പോയി മുഖ്യമന്ത്രി ആവുക എന്നുള്ളൊരു ഭയം. അപ്പോൾ അങ്ങനെ എങ്ങനെ ഈ പുള്ളിയെ പിടിച്ചു നിർത്താൻ പറ്റും? അപ്പോഴാണ് ഈ ആരോപണം വരികയും അപ്പോൾ കുടുക്കി ഇടുകയാണെങ്കിൽ ഓക്കെ, അത് കോൺഗ്രസിന്റെ ആ ഒരു തന്ത്രം വിജയിച്ചു. അതെ, ആ തന്ത്രത്തിൽ വിജയിച്ചു. അന്ന് സത്യത്തിൽ ഇപ്പം നിങ്ങളുടെ ചോദ്യം ഇതല്ലേ, അന്ന് സത്യത്തിൽ CPM രംഗത്തില്ലായിരുന്നു. CPM ഇത് ഏറ്റെടുത്തിട്ടില്ല. അന്ന് ഏറ്റെടുത്ത് BJP അതിശക്തമായി മാണി രാജിവെക്കണം എന്ന് പറഞ്ഞൊരു സമരത്തിലേക്ക് വന്നു. ആ സമരം ആളിക്കത്തിക്കഴിഞ്ഞപ്പോഴത്തേന് CPM-നകത്ത് അച്യുതാനന്ദനും പിണറായിയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ശക്തമായി നടക്കുന്ന സമയമാണ്. അച്യുതാനന്ദൻ കയറി. അന്ന് അച്യുതാനന്ദൻ്റെ കൂടെയാണ് DYFയും പിന്നെ SFI ഒക്കെ. അവരെ ഇറക്കി വിട്ടു. BJPയുടെ യുവജന സംഘടന നടത്തിയാൽ ഇത്രയല്ല അന്ന് നടത്താനുള്ള ശക്തിയുള്ളവർക്ക്. ഇവരങ്ങ് ഇറങ്ങിയതോട് അതിഭയങ്കരമായ സമരമായി. അവസാനം നിർബന്ധിതമായി CPM-ന് ഈ സമരം ഏറ്റെടുക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് പിന്നീട് ഈ അടുത്ത കാലത്ത് ജോസ് കെ മാണിയൊക്കെ വന്നതിന് ശേഷം നിയമസഭ പറഞ്ഞല്ലോ KM മാണി തെറ്റുകാരനല്ല എന്ന് പറഞ്ഞില്ലേ. പക്ഷേ ഏറ്റെടുത്തു. പിന്നെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയും കൂടെ നോക്കണ്ടേ. പിന്നെ പിടിവെട്ട പ്രയോഗമല്ലേ CPM-ന് അറിയത്തുള്ളൂ. നിയമസഭയിൽ കയറിയുള്ള കോലാഹലം അടിച്ച് പൊളിച്ച് തരിപ്പണാക്കി അല്ലേ, അതല്ലേ ഇത് മുഴുവൻ വഷളാക്കിയത്. അപ്പോൾ ഇതിനകത്ത് രണ്ട് കൂട്ടരും തുല്യമാണ്. അതാ ഞാൻ ആദ്യം പറഞ്ഞു, ജോസ് കെ മാണിയോട് ഞാൻ പറഞ്ഞത് 65-ൽ ഒറ്റയ്ക്ക് മത്സരിച്ച സാഹചര്യത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം CPM-ഉം കോൺഗ്രസ് അത്യാവശ്യം അത് ഏറ്റവും സീനിയറായ ഒരു മന്ത്രിക്കെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ കിട്ടും ഇല്ലേ ആരോപണം വന്നപ്പോൾ. അതെന്തിനാണ് നിന്നും ഒരു ചോദ്യത്തിനും ജനങ്ങൾക്ക് ബോധ്യമാണെന്ന് മറുപടി പറയാൻ പറ്റിയിട്ടുണ്ടോ ഇന്ന് വരെ? ഇല്ല. അപ്പോൾ അവരും കേരള കോൺഗ്രസിനോട് സ്വീകരിച്ചത് ഇതാണ്, CPM-ഉം സ്വീകരിച്ചത് വേറൊരു തരത്തിലാണ്. അപ്പോൾ രണ്ട് കൂട്ടരും ഈ കാര്യത്തിൽ തുല്യ പങ്കാളികൾ അല്ലേ? ഇതാണ് എൻ്റെ ഒരു വിലയിരുത്തലാണ്. ഈ കാര്യത്തിൽ കോൺഗ്രസും CPM-ഉം തുല്യ പങ്കാളികളാണ്. KM മാണിയുടെ രാഷ്ട്രീയ തേജോവധത്തിന് ഇവർ രണ്ടുപേരും തുല്യ പങ്കാളികളാണെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. അതവിടെ നിൽക്കുമ്പോഴും ഇടതുപക്ഷ മുന്നണിയിൽ ചേർന്ന ഇടതുപക്ഷ മുന്നണിയെ രണ്ടാം ഗവൺമെൻറ് അധികാരത്തിൽ കൊണ്ടുവരാൻ കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെ പ്രസംഗിച്ച ആളാണ് ഞാൻ. അത് അന്നത്തെ ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിൽ പിന്നെ ഇടതുപക്ഷ മുന്നണിയിലെ സ്ഥാനമുള്ളൂ, കോൺഗ്രസ് പുറത്താക്കുകയും ചെയ്തു. ഞാൻ ഈ ജോസ് കെ മാണിയെ ഉപേക്ഷിച്ച് നിൽക്കുന്ന ഇപ്പോഴും ഞാൻ പറയുന്നു, അന്ന് പിന്നെ ജോസ് കെ മാണിക്ക് വരാൻ വഴിയില്ല. ഈ KM മാണിയെ അന്ന് കുടുക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തെക്കാൾ കോൺഗ്രസിന്റെ ഒരു ആവശ്യം. അതിൽ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയുടെ റോൾ എന്തായിരുന്നു? അതിനകത്ത് ഈ ചോദ്യത്തിൽ ഒരു ചെറിയ ഭേദഗതിയുള്ളൂ. കോൺഗ്രസിന് അങ്ങനെ കൊടുക്കണമെന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ കരുതുന്നു. ആഭ്യന്തരമന്ത്രിക്ക് എന്താണ് പ്രത്യേക താല്പര്യം എന്നുള്ളത് ചില സംശയങ്ങൾക്ക് ഇട കൊടുക്കുന്നുണ്ട്. കാരണം ഏറ്റവും സീനിയറായ മിനിസ്റ്ററാണ് KM മാണി. അവരെല്ലാം ഒരുമിച്ച് ക്യാബിനറ്റിലിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന ഒരാൾക്കെതിരെ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ, അതും പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പരാതി വാങ്ങി അല്ലെങ്കിൽ വാങ്ങുകയോ കൊടുക്കുകയോ കിട്ടുകയോ ചെയ്തിട്ടായിരിക്കും ഉത്തരവിടുമ്പോൾ, ഇത് മുഖ്യമന്ത്രിയോട് അനുമതി ചോദിച്ചോ, മുഖ്യമന്ത്രി പറഞ്ഞോ, എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം? കോൺഗ്രസിൽ അന്നുണ്ടായിരുന്ന മുഖ്യമന്ത്രിയുമായുള്ള തർക്കത്തിൽ ഈ കാര്യത്തിൽ എന്തെങ്കിലും സാഹചര്യമുണ്ടോ? ഇതൊക്കെ ഇന്ന് ഉത്തരം കിട്ടാത്ത ചോദ്യമായി. പിന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ ഉമ്മൻചാണ്ടി മരിച്ചുപോയി, മാണി സാറും മരിച്ചുപോയി. രമേശ് ചെന്നിത്തലയോട് ചോദിച്ചാൽ അങ്ങേരെ സത്യം ഇപ്പം പറയാൻ പറ്റുമല്ലോ, കാരണം അങ്ങേരുടെ രാഷ്ട്രീയ ഇതനുസരിച്ച് അങ്ങനെ ഒരു മോശക്കാരനാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ ചില താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി ചില സന്ദർഭങ്ങളിൽ ചില ആളുകൾ ചില രാഷ്ട്രീയ നെറുകേടുകൾ കാണിക്കാറുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്രയും ക്ഷീണമായിരിക്കുന്ന ഒരുമിച്ച് എല്ലാ ദിവസവും ആഴ്ചയിലൊരിക്കൽ ക്യാബിനറ്റ് കൂടുന്ന ഒരാൾക്കെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ ഇടുന്നതിന് മുമ്പ് ഒരു ചോദ്യാന്വേഷണമൊക്കെ വേണ്ടേ? അതല്ലേ അതിൻ്റെ ഒരു ശരി. ക്വിക്ക് വെരിഫിക്കേഷൻ ഇട്ട് കഴിയുമ്പോഴാണല്ലോ ഇത് അറിയുന്നത്. അതോടുകൂടി മാണി സാർ സത്യം പറഞ്ഞാൽ
ഒരിക്കലും കേൾക്കാത്തൊരു പരിദോഷം കേൾക്കേണ്ടി വരികയും ഒരന്വേഷണത്തെ നേരിടേണ്ടി വരികയും ചെയ്തപ്പോൾ എനിക്കറിയാം അതിൻ്റെ സത്യം. രാജിവെക്കാൻ തീരുമാനിച്ച് രാജി എഴുതി കീശയിലിട്ട് പോയി മുഖ്യമന്ത്രിയെ കണ്ടതാണ്. ഇന്ത്യൻ ജീവിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പത്രപ്രവർത്തകനും മാനസാറിൻ്റെ ഒരു പിയെയും അന്ന് കാറയിലുണ്ട്. അന്ന് മാനസാറ് ധനകാര്യമന്ത്രിമാരുടെ ചെയർമാനായിരുന്നു. ഇന്ത്യയിലെ എല്ലാ ധനകാര്യമന്ത്രിമാരുടെയും ജെയ്റ്റ്ലിയുമായി എത്രയേറെ ബന്ധമായിരുന്നു. മാനസാറിനാണ് അതിൻ്റെ ചെയർമാനാക്കിയത്. അങ്ങനെ ഒരു യോഗത്തിന് പോകാൻ തീരുമാനമെടുത്തിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ വിവാദം ഉണ്ടാകുന്നത്. ഞാൻ ഡൽഹിയിൽ വന്ന് യോഗത്തിൽ സംബന്ധിക്കുമെന്ന് വാക്ക് കൊടുത്തതാണ്. അപ്പം ഉമ്മൻചാണ്ടി ചെന്ന് പറഞ്ഞു, ഇതുപോലെയാണുള്ളത്, എനിക്കിനി തുടരാൻ ഒക്കുകയില്ല, പക്ഷേ ഞാൻ ഡൽഹിയിൽ പോയി തിരിച്ചു വന്നാൽ ഞാൻ പിരിയുക എന്ന് പറഞ്ഞു എന്നുള്ളൊരു സത്യം ഇന്നും ആരും വെളിപ്പെടുത്തിയിട്ടില്ല. ഏതൊക്കെയായാലും ഈ തീരുമാനത്തിന് എയർപോർട്ടിൽ ചെല്ലുന്നവരെ ആയുസുണ്ടായിരുന്നുള്ളൂ. എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ ഫോൺ കോൾ വന്നു, അങ്ങനെ മാറ്റിച്ചു, ആ തീരുമാനത്തിൽ നിന്ന് പിൻവലിപ്പിച്ചു. മനസ്സിലായില്ലേ? അല്ല, കെ എം മാണി കടിച്ചു വീണ് കിടക്കാനൊന്നും ശ്രമിച്ചില്ല. രാജിവെച്ചിരുന്നെങ്കിൽ മന്ത്രിസഭ തന്നെ വീഴുമായിരുന്നു. അല്ല, അതൊന്നും പറയാൻ ഒക്കെയല്ല. പക്ഷെ മാണി സാറ് തയ്യാറായി എന്നുള്ളതാണ്. പിന്നെ മാണി സാറ് 3 മാസത്തേക്ക് ഇതിനെ പ്രതിരോധിക്കുക പോലും ചെയ്യാതെ നിശബ്ദനായിരുന്നില്ലേ? അതിശക്തമായ സമ്മർദ്ദം ചെലുത്തിയതിനു ശേഷമാണ് അദ്ദേഹം പ്രതിരോധിക്കാൻ തീരുമാനിച്ചത്. എല്ലാവരും നിശബ്ദമായിരുന്നു. ഒറ്റ ഒരുത്തൻ അനുകൂലമായിട്ടില്ല. ആദ്യമായി ഒരു ലേഖനം അഭിമന്യ പൗത്തിൽ പിതാവ് എഴുതിയത് ഒരു ലേഖനം ദീപികയിൽ, ഒരാളെ കുറ്റവാളിയായിട്ട് വിധിക്കാൻ ആരോപണം ഉന്നയിക്കപ്പെട്ടതിൻ്റെ പേരിൽ മാത്രം പാടില്ല എന്ന് പറഞ്ഞ് ദീപികയിൽ ഒരു ലേഖനം വന്നു. അതിനുശേഷമാണ് മാണി സാറ് പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ചത്. മനസ്സിലായില്ലേ? അതിൻ്റെ കാര്യം എന്താണെന്നറിയാവോ? എന്തെല്ലാം ആരോപണ പ്രത്യാരോപണം ഉണ്ടായെന്നറിയാവോ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഈ ആരോപണം വന്നു, ഇയാൾ പത്രസമ്മേളനം നടത്തിയല്ലോ. പിറ്റേ ദിവസം ഞാനും എൻ്റെ വൈഫും മോളും കൂടി ബാംഗ്ലൂർ പോവുക. അന്ന് പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടുക. ഇവൻ്റെ ബിജു രമേശിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു, സാറേ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാനല്ലേ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്നവരൊരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഈ പോകുന്ന വഴിക്ക് എനിക്ക് ടെലിഫോൺ കോളിൻ്റെ ബഹളായി. അപ്പോൾ എന്നെ വിളിക്കുന്ന ആളാണെന്ന് പറയുന്നതൊന്നും കുഴപ്പമില്ല. ജോൺ കല്ലാട്ടാണ് എന്നെ വിളിക്കുന്നത്. അദ്ദേഹം ഈ ചർച്ചയ്ക്ക് മന്ത്രിസഭയുമായി ഈ മന്ത്രിമാരുമായിട്ട് ബന്ധപ്പെടാൻ പോയ കമ്മിറ്റിയിലെ പ്രമുഖനായ ഒരാളാണ്. അപ്പോൾ ഈ ജോൺ കല്ലാട്ടിനെ ബിജു രമേശ് വിളിക്കുന്നു. ബിജു രമേശ് വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ, ഞാൻ ഇന്നലെ പത്രക്കാരുടെ ഇന്ന് 3 മണിക്ക് തെളിവ് എടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഒരു തെളിവില്ല. ചേട്ടനല്ലേ അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് ഇടപാട് നടത്തിയതും, വല്ല തെളിവുണ്ട് എന്നെ ഒരു തെളിവ് തരാൻ പറഞ്ഞു. പറഞ്ഞു അയാൾ പറഞ്ഞു, ഞാൻ എനിക്ക് നീ ആരോട് ആലോചിച്ചാൽ ഇതൊക്കെ വിളിച്ചു പറഞ്ഞത്? ഞങ്ങൾ ഇതിൻ്റെ ഭാരവാഹികളൊക്കെ ഇല്ലേ, എന്നോട് പറഞ്ഞതാണ്. ആരോടും ചോദിക്കാതെ തോന്നിയാസ പ്രതിനിധി കൂട്ടി നിൽക്കാനില്ല, ഞങ്ങളൊന്നും ആർക്കും കാശ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അവസാനം ചേട്ടാ എന്നെ ഒന്നും രക്ഷപ്പെടുത്തില്ല, ഞാൻ ആത്മാഹുതി ചെയ്യേണ്ടി വരുള്ളൂ എന്ന് പറഞ്ഞു. അതൊന്നും സാധിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ജോണിൻ്റെതായ അഭിപ്രായം പറഞ്ഞു, നീ എന്താ ഇത്ര മേലാഭിപ്പെടുന്നു, നീ തെളിവ് കൊടുക്കണ്ട, നീ അവിടെ ചെന്ന് ഞാൻ ഇന്നലെ പോലെ അന്വേഷിച്ചിട്ട് തെളിവ് കിട്ടിയെന്ന് പറഞ്ഞാൽ പോരെ. അങ്ങനെ പറഞ്ഞാൽ മാണി സാറിൻ്റെ യോഗം അവിടെ ചേരുക, എനിക്കെതിരെ കോടിക്കണക്കിന് രൂപയുടെ മാനനഷ്ടത്തിന് കേസ് കൊടുത്താൽ ഞാൻ പ്രതിയായില്ലേ. ആ സാഹചര്യത്തിൽ ജോൺ എന്നെ വിളിക്കുന്നു, ജോസേട്ടാ ഇന്നപോലെ ഒരു കാര്യമുണ്ട്. അവൻ ഇങ്ങനെ വിളിച്ചിട്ട് എന്നോട് തെളിവ് ഉണ്ടാക്കാവോ ചോദിക്കും. ഞാനിവിടുന്ന് തെളിവ് കൊടുക്കുന്നത്, എനിക്ക് കള്ളസാക്ഷി ഉണ്ടാക്കാനൊന്നും നേരമില്ല. അവൻ ഒരു പത്രസമ്മേളനം നടത്തി ഇതങ്ങ് പിൻവലിച്ചാൽ പോരെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വളരെ സന്തോഷം. അപ്പം അല്ലെങ്കിൽ മാണി സാറ് കേസ് കൊടുത്തെങ്കിലോ? ഞാൻ പറഞ്ഞു ഇതിനു വേണ്ടി മാണി സാറിനെ വിളിക്കുമൊന്നും വേണ്ട. ഇന്നലെ ഉന്നയിച്ച ആരോപണം ഇന്ന് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മതി. ഞങ്ങളാ ആരോടും പ്രത്യേകിച്ച് പകയും വിദ്വേഷമൊന്നുമില്ലല്ലോ. റെഡി എന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മാണി സാറിനെ വിളിച്ചു. മാണി സാറെ ഇന്നലെ വളരെ സന്തോഷം, എന്നത്തിന് അവൻ്റെ പേരിലൊക്കെ എന്തിനാണ് നമ്മൾ കേസ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. സന്തോഷമായി. ഇവൻ പത്രസമ്മേളനം നടത്തുന്നില്ല പറയുന്നത്. ശകലം കഴിഞ്ഞപ്പോൾ ജോണിൻ്റെ ഫോൺ പിന്നെയും വരുന്നു. ജോസിയായിട്ട് അവൻ പറയുന്നു, എനിക്ക് പത്രസമ്മേളനം നടത്താൻ ബുദ്ധിമുട്ടുണ്ട്, പത്രക്കാരോട് ഇത് പറയാൻ ചെന്ന് കഴിഞ്ഞാൽ അവരെന്നെ കൊത്തിക്കീറി കളയും, കൊത്തിപ്പറിക്കും, ഒരു പ്രസ് റിലീസ് കൊടുത്താൽ പോരെ എന്ന് ചോദിച്ചു. ഉടനെ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ജോഡി ഇത് കൂട്ടില്ല. ശകലം മുമ്പേ പറഞ്ഞ് 5 മിനിറ്റ് കൊണ്ട് വീഴുന്നവൻ്റെ ഒന്ന് കേസ് കൊടുത്ത് എന്നോട് പറയരുത്, എനിക്കൊന്നും പറയാൻ പറ്റിയില്ല കേട്ടോ,
ഞാൻ ഇപ്പോൾ മാനസാറിനോട് പത്രസമ്മേളനം നടത്തുമെന്ന് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇനി ഇപ്പോൾ പറഞ്ഞാൽ തിരിച്ച് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് കഴിഞ്ഞ് ജോൺ കുറച്ച് ജോസ് ചേട്ടാ അത്രയെങ്കിലും ആയില്ലേ, ഒരു പ്രസ് റിലീസാണ് പ്രസ് അവന് പേടിയായിട്ടായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നി ശരിയാണല്ലോ, പേടിയായിരിക്കും, പത്രക്കാരുടെ അടുത്തിട്ട് പോകാനുള്ള ഭയം കൊണ്ടായിരിക്കും. ഞാൻ മാനസാറിനെ വിളിച്ച് പറഞ്ഞു ഇന്നപോലെ പ്രസ് റിലീസാണ് പ്രസ് റിലീസ് എന്ന് വരുവാട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രസ് റിലീസ് നടത്താൻ ഓക്കെ പറഞ്ഞു ഞാൻ. ശകലം കഴിഞ്ഞപ്പം ടി വിയിൽ ഭയങ്കരമായ വാർത്ത. അപ്പം ഈ ജോണിനോട് ഇവൻ ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങൾ മാണിസാറിനോട് നേരിട്ട് സംസാരിച്ചതാണോ എന്ന് ജോണിനോട്. അപ്പം ജോണ് പറഞ്ഞു അല്ല, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് പി ടി ജോസ്, KSF-യുടെ ചെയർമാനാണ്. ആ പുള്ളി മാണിസാറിനോട് പറഞ്ഞാൽ അതിന് കുഴപ്പമില്ല, പുള്ളി അത് അവർ തമ്മിൽ പരസ്പര ധാരണ ഉള്ളതാണ്. അങ്ങനെയാണ് എൻ്റെ പേര് ഈ PT ജോസ് എന്നുള്ളത് ഈ ബിജു രമേശ് ആദ്യമായി കേൾക്കുന്നത്. വാർത്ത വന്നത് ഭീഷണിപ്പെടുത്തിയത്. പക്ഷെ ശകലം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ KSF ചെയർമാൻ PT ജോസ്, കേരള കോൺഗ്രസ് നേതാവ് വധഭീഷണി മുഴക്കി. ഇതിപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ ഭയങ്കരമായിട്ട്, എല്ലാ ചാനലും എടുത്തിട്ട് ആഘോഷിക്കുക, വധഭീഷണി മുഴക്കി. എൻ്റെ ഫോണിലേക്ക് എല്ലാ ചാനലിൽ നിന്നും ഫോണും വരുന്നുണ്ട്. അങ്ങനെ ഇരുന്ന് മാനസാർ നീ എന്നാ പണിയായി കാണിച്ചെന്ന് ചോദിച്ചു. നീ എന്ത് അവനെ വിളിച്ച് തെറി പറയാനൊക്കെ പോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആരെയാ സാറേ? എടാ നീ TV നോക്ക്. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഓൺ ചെയ്യുകയാണ്. ഞാൻ അവിടെ ചെന്ന് നോക്കും ഇത് തന്നെ PT ജോസ് വധഭീഷണി മുഴക്കി. ഉടനെ ഞാൻ എല്ലാ ചാനലുകാരെയും എടുത്തു. അപ്പം ഞാൻ മാനസാറിന് പറഞ്ഞു മാനസാറെ ഞാൻ അവനെ അറിയില്ല, കണ്ടിട്ടില്ല, എനിക്ക് അവൻ്റെ ഫോൺ നമ്പർ അറിയില്ല, ഈ നിമിഷം വരെ അവനുമായിട്ട് എനിക്ക് ബന്ധവുമില്ല. എന്നാൽ പിന്നെ നീ ചാനലുകാരോട് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഞാൻ എല്ലാ ചാനലിനോടും പറഞ്ഞു, ഞാൻ ഇത് തന്നെ പറഞ്ഞു, ഞാൻ അയാളെ കണ്ടിട്ടില്ല, അയാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, വിളിച്ചിട്ടില്ല, യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളാണ്, എനിക്ക് കണ്ടാൽ പോലും അറിയത്തില്ല. ഈ കണ്ടത് മാത്രമല്ല, പത്രസമ്മേളനം അതേപോലുള്ള പടമല്ലാതെ എനിക്ക് അയാൾ അറിയത്തില്ലെന്ന് അത് പത്രക്കാരോട് പറഞ്ഞു. പിന്നെ എല്ലാവരും വന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ പറഞ്ഞു ആരോട് ചോദിച്ചു, എനിക്കിത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ഞാനതങ്ങ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ വധഭീഷണി മുഴക്കി എന്ന് അതിനും ഞാൻ വിധേയമായി. മനസ്സിലായില്ലേ? ഇതാണ് അതിനകത്തെ സത്യം. അപ്പം എന്തേറെ കളികളും ഗൂഢാലോചനകളും ഇതിനകത്ത് നടന്നു എന്നുള്ളത് ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലോ. ഞാൻ ഇതിൻ്റെ സത്യം ആണ് എന്നുള്ളതിൻ്റെ പേരിലാണ് ഓരോരുത്തരുടെ ചില ആളുകളുടെ പേര് പരാമർശിക്കേണ്ടി വന്നത്. അങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ പേര് പോലും പറയല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതാണ് ഉണ്ടായ സംഭവം. ഈ സംഭവത്തിന് ശേഷം മാണി സാറ് ഇങ്ങനെ വലിയ തോതിലുള്ള പ്രയാസം പെടുന്നു, ഇടതുപക്ഷം വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ നടത്തുന്നു. അതിനുശേഷം ഈ മാണി സാറിന്റെ അവസാന ആ കാലത്ത് മാണി സാറ് തന്നെ തീരുമാനിച്ചിരുന്നു LDF-ലേക്ക് പോകാം എന്നുള്ളൊരു തീരുമാനം മാണി സാറിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിരുന്നോ? ഇല്ല, മാണി സാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഈ LDF-ലേക്ക് പോകാനുള്ളത് ഉള്ള ചരടുവലി നേരത്തെ നടത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോട്ടയത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു വിഷയം വന്നു. ഈ ഓരോ പീരീഡിലാണല്ലോ കേരള കോൺഗ്രസിൻ്റെ. അപ്പോൾ ഈ കൊളത്തുങ്കൻ ജോസഫ് ഗ്രൂപ്പിലായിരുന്നു, അയാളും ഇപ്പോഴത്തേക്ക് വന്നു. അപ്പോൾ ഈ കൊളത്തുങ്കനെ പ്രസിഡന്റ് ആക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു തർക്കം ഉന്നയിച്ചു ജില്ലാ പഞ്ചായത്ത്. അപ്പോൾ ജോസഫ് അതിനെ എതിർത്തു. അന്ന് ജോസഫ് ഗ്രൂപ്പിന് പിന്നെ വേറെ ആളില്ല. അതങ്ങോട്ട് മൂത്തുമുറുകി വന്നു കഴിഞ്ഞപ്പം നിങ്ങൾ വാസവൻ ആയിട്ട് അവിടെ ചില നേതാക്കൾ എന്ന് ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഒരു കാര്യം വളരെ, അന്നത്തെ ജില്ലാ പ്രസിഡന്റ് ജോസ് കെ മാണിയോ KM മാണിയോ അറിയുന്നില്ല. രാഷ്ട്രീയ എത്തിക്സിൻ്റെ ഭാഗമായി സംസാരിച്ചാൽ അത് കോൺഗ്രസിന് കൊടുക്കേണ്ടതാണ്. അങ്ങനെ കോൺഗ്രസിന് കൊടുക്കണം എന്നുള്ള ധാരണയിൽ ഉമ്മൻചാണ്ടിയുടെ പാർട്ടിയിൽപ്പെട്ട ഒരാളെ ചെയർമാൻ, അയാളുടെ പേര് ഞാൻ വിട്ടുപോയി, തീരുമാനിക്കുകയും മാണിസാറിനെ അന്ന് രാവിലെ 10 മണിക്ക് കണ്ട് മാണിസാർ അനുഗ്രഹം കൊടുത്ത് വിടുകയും ചെയ്തു. അപ്പോൾ ഗൂഢാലോചന വേറെ കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ പാർട്ടിക്കാർ MLA-മാരെ അല്ല പിന്നെ കൗൺസിലേഴ്സിനെല്ലാം വിളിച്ചു കൂട്ടി പാർട്ടി വിപ്പ് കൊടുത്ത് ഇടപാട് നടത്തി. സത്യത്തിൽ പിന്നെ മാണിസാറിനെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് കിട്ടുന്നത്. ഉമ്മൻചാണ്ടി ഇത് അറിഞ്ഞ് ഇജാസ് സാറിനെ വിളിച്ചു. ജില്ലാ പ്രസിഡന്റും UDF-ന്റെ കൺവീനറുമാണ്. അദ്ദേഹം ഇപ്പോഴും UDF-ന്റെ കൺവീനറായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. അങ്ങനെയാണ് അങ്ങേര് കേരള കോൺഗ്രസ് വിട്ടുപോകുന്നത്. അങ്ങേര് പോലും അറിയാതെ. അപ്പം അങ്ങേര് വളരെ സ്വാത്വികനായ ഒരു മനുഷ്യനാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി വിളിച്ചു ചോദിച്ചു, അല്ല അത് സാറേ ഇങ്ങനെ ഒരു ചതിവ് വേണ്ടിയിരുന്നോ?
സാറ് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോഴാണ് സാറ് ഇതറിയുന്നത്. ഓസി ഞാനിതൊന്നും അറിഞ്ഞിട്ടുള്ള കാര്യമല്ല, ഇത് ശരിയല്ലെന്നുണ്ട്. എന്നാൽ സംഭവമൊക്കെ നടന്നെന്ന് പറഞ്ഞു. അപ്പോഴും സാറ് വിശ്വസിക്കുന്നില്ല. മാണി സാറിനെ വിളിച്ചിട്ട് മാണി സാറിനെ കിട്ടുന്നില്ല. അപ്പം മാണി സാറിനെ അവിടുന്ന് അവരെ മാറ്റി. ഈ 10 മണിക്ക് പോയി അനുഗ്രഹം കൊടുത്തു. അപ്പം മാണി സാറിൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. യഥാർത്ഥത്തിൽ ഈ ഒരു ബന്ധമാണ് ഇടതുപക്ഷ മേഖലയിലേക്ക് എത്തിച്ചേരാൻ ഇടയായത്. പിന്നെ മാണി സാറിനെ മുഖ്യമന്ത്രി ആക്കാം എന്നുള്ള ഒരു ചർച്ച തുടർന്നുകൊണ്ടിരുന്നു. അപ്പം മാണി സാറിനെ മുഖ്യമന്ത്രിയായ കൊള്ളാം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ചില ചർച്ചകൾ നടത്തുകയും ചില ധാരണയിൽ എത്തുകയൊക്കെ ചെയ്തു. എങ്ങനെ? മാണി സാറല്ല, ചില മീഡിയേറ്റേഴ്സും. പക്ഷേ അപ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിന് UDF ഗവൺമെൻറ് 2.5 വർഷം കാലാവധി ബാക്കിയുണ്ട്. 1 വർഷം KM മാണി മുഖ്യമന്ത്രിയാവുക, അത് കഴിഞ്ഞ് റിസൈൻ ചെയ്യുക. അപ്പോൾ CPM മന്ത്രിസഭ ചേരിയേല, അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിലേക്ക് പോവുക, പിന്നെ CPM മുഖ്യമന്ത്രി എന്നുള്ളൊരു അത്രയുള്ള ഇതൊക്കെ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസാണ്. അപ്പോൾ അത് പറ്റിയല്ല, 1.5 വർഷം വേണം എന്നുള്ള നിലയ്ക്ക് സംസാരിച്ചു. അങ്ങനെ ഏതാണ്ട് ഒരു ധാരണയിലെത്തി. പിന്നെ മാണി സാറും CPM-ഉമായിട്ട് ഇരുന്ന് സംസാരിച്ച് തീരുമാനിക്കേണ്ട കാര്യമുള്ളൂ. ഏതൊക്കെയായാലും ആ സംഭാഷണമൊന്നും നടന്നില്ല. ആര് സബോട്ടാഷ് ചെയ്ത് കളഞ്ഞു, എന്താണ് അതിൻ്റെ കാരണം എന്നൊന്നും അറിയത്തില്ല. മനസ്സിലായില്ലേ? പിന്നെ വേറൊരു കാര്യം, പാർട്ടിക്കകത്തൊരു ചർച്ച വന്നു. നമ്മൾ 9 പേരെ UDF-ലല്ല LDF-ലല്ല അത് ഇറങ്ങി നിൽക്കുക. അപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ് സമ്മർദ്ദത്തിലാകും. അപ്പോൾ ഈ ക്വിക്ക് വെരിഫിക്കേഷനെ സംബന്ധിച്ചൊരു തീരുമാനമാകും. ഇതിങ്ങനെ കിടക്കുന്ന ഒരു മുള്ളാണല്ലോ. പക്ഷെ അവിടെയും പാർട്ടി ഒരുമിച്ചൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ല. ഇതൊക്കെയാണ് ഇതിനകത്ത് നടന്ന ഇതൊക്കെ ഈ അടുത്ത് നിൽക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില സത്യങ്ങളാണ്. ഈ സത്യമൊന്നും ആരും ഒരിടത്തും ആരോടും പറഞ്ഞുമില്ല. ഇത് ആർക്കും അറിയത്തുമില്ലല്ലോ പലർക്കും. അല്ലാതെ മാണി സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്. 80-ൽ ഇടതുപക്ഷ മുന്നണിയിൽ നിന്നും വിട്ടുപോരുന്ന സന്ദർഭത്തിൽ അന്ന് CET-ൻ്റെ ഒക്കെ വലിയ പ്രതിഷേധവും വലിയ ഉപദ്രവവും കൃഷിക്കാർക്ക് ഉണ്ടായി. ഇവിടെ കുറ്റിയാടിയിൽ ഒരു കൃഷിക്കാരനെ തെങ്ങ കെട്ടിയിടുകയൊക്കെ ചെയ്തല്ലോ. ആ സന്ദർഭത്തിൽ പാർട്ടി കൂടിയിരുന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, നമുക്ക് പറ്റിയ മുന്നണിയല്ല ഇത്. അതാണ് മാണി സാറ് 38 വർഷം UDF-ലായിരുന്നു. മനസ്സിലായില്ലേ? അപ്പം ആ മാണി സാറിന് ഒരിക്കലും UDF-നെ ഉപേക്ഷിക്കണം എന്നില്ല. എന്നാൽ കോൺഗ്രസിൻ്റെ തോന്നിവാസത്തിന് ഒരു ചെറിയ ഷോക്ക് കൊടുക്കുകയും ചെയ്യണം. ആ ഷോക്കാണ് മാണി സാറ് മുന്നണിയിൽ നിന്ന് ഇറങ്ങി നിന്നത്. പക്ഷേ LDF ചേർന്നില്ലല്ലോ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മാണി സാർ കുറച്ചുകൂടെ ഹൃദയശുദ്ധിയോടുകൂടി കാര്യങ്ങളെ വിലയിരുത്തുന്ന ആളാണ്. അങ്ങനെ എന്നോട് പറഞ്ഞ കാര്യം എനിക്കറിയാം. ഞാനൊരു ദിവസം ചോദിച്ചു, ഈ കേരള കോൺഗ്രസുകളൊക്കെ യോജിപ്പിക്കാൻ വേണ്ടി എൻ്റെ പൊന്നു സാറെ PC ജോർജിനൊക്കെ കൂട്ടണം, എന്തോരം തെറി പറഞ്ഞതാ. അങ്ങനെ ഒരു സത്യം പറഞ്ഞാടാ, നമ്മുടെ ഈ പാർട്ടി എന്ന് പറയുന്നത് എത്ര ഇപ്പോൾ ABCD എത്ര എണ്ണമായി? നാണം കേടാ. ഇതൊന്നാകണം. അത് ഞാൻ എന്തേ സഹിക്കണമെങ്കിൽ സഹിച്ചോളാം. ഞാൻ എന്നെ തെറി പറഞ്ഞവനെ കൂട്ടിയാലെന്ന് പറഞ്ഞാൽ ഈ യോജിപ്പ് നടക്കുമോ? അങ്ങനെയാണ് ബാലകൃഷ്ണപിള്ളയെയും PC ജോർജിനെയും TN ജേക്കബിനെയും ജോസഫിനെയും എല്ലാം കൂട്ടാൻ തീരുമാനിച്ചത്. കൂട്ടിയാൽ ഇതിൽ ചാടി പോകുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പിരിഞ്ഞത്. പക്ഷേ മാണി സാറിൻ്റെ ഒരു പ്രിൻസിപ്പിള് ഈ പല കഷണങ്ങളായി കിടക്കുന്ന ജനങ്ങൾക്ക് അവജ്ഞയാണ് എന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ വേറൊന്ന്, ഒരിക്കൽ അങ്ങേര് പറഞ്ഞു, കേരള കോൺഗ്രസ് ഇടതുപക്ഷ മുന്നണി നിന്നു, നമ്മൾ തൽക്കാലം ഈ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു വികാരത്തിൻ്റെ ഫലമായി 80-ൽ ഭൂരിപക്ഷം കിട്ടി. പക്ഷേ എത്ര കേരള കോൺഗ്രസ് കുടുംബങ്ങൾ വോട്ട് ചെയ്തു എന്ന് പരിശോധിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. നമ്മൾ നേതാക്കന്മാരൊക്കെ വോട്ട് ചെയ്തു, പക്ഷേ അണികൾ മുഴുവൻ. കാരണം അതൊരു വർഗപരമായ ഒരു സംസ്കാരമാണ്. അതാണ് കോൺഗ്രസ് മുതലെടുത്തുകൊണ്ടിരുന്നത്. എന്നാ ചെയ്താലും ശരി കോൺഗ്രസിനെ വോട്ട് ചെയ്യുള്ളൂ എന്ന ഒരു ധാരണ കോൺഗ്രസിലും ഉണ്ടായിരുന്നു. പക്ഷേ തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. അതിൽ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ചരിത്രം എന്ന് പറയുന്നത് 1969 വിമോചന സമരത്തിലൂടെ താഴെ ഇറക്കിയ EMS-നെ 3-2 ഭൂരിപക്ഷം കൊടുത്തിട്ടാണ് 67-ൽ മുഖ്യമന്ത്രിയാക്കിയത് അല്ലേ?
അതും കേരളത്തിലെ ജനങ്ങളല്ലേ? എല്ലാവരും കമ്മ്യൂണിസ്റ്റ് ആയതാണോ? അല്ല. ഈ ഗവൺമെൻറ്റിനോടുള്ള ചില എതിർപ്പുകൾ. അപ്പം ആ എതിർപ്പ് ഭരണാധികാരം എങ്ങനെ കൈകാര്യം ചെയ്യണം? ജനങ്ങളുടെ മുമ്പിൽ ഭരണാധികാരി അഹന്ത കാണിച്ചാൽ, ധിക്കാരം കാണിച്ചാൽ മറുപടി കൊടുക്കാൻ ജനങ്ങൾക്കറിയാം. അതിപ്പം നമ്മുടെ മുമ്പിലില്ലേ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ്? ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് 2 ഭരണാധികാരികൾക്കുള്ള മുന്നറിയിപ്പാണ്. പിണറായി വിജയനും മോദിക്കും. ജനങ്ങളെ മറന്ന് എല്ലാമായി എന്ന് കരുതുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ കൊടുത്ത മുന്നറിയിപ്പ്. അല്ല രാഷ്ട്രീയ നേതൃത്വമല്ല, കോടതികളല്ല, ആണോ? പാവപ്പെട്ട ജനങ്ങളെ ഇട്ടേച്ചു പോയതിന് ശേഷം അവരോടൊപ്പം പ്രവർത്തിക്കാൻ ഇറങ്ങിയതിൻ്റെ റിസൾട്ടാണ് കോൺഗ്രസിന് കിട്ടിയ മുന്നേറ്റം. അതിന് രാഹുൽ ഗാന്ധി അഭിനന്ദിച്ചേ പറ്റുള്ളൂ. കാരണം ഗാന്ധിജി പറഞ്ഞത് ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവ്. ആ ഗ്രാമങ്ങളിലേക്ക് പൂർണ്ണമായും ഇറങ്ങിയിരുന്നെങ്കിൽ ഇപ്രാവശ്യം കോൺഗ്രസ് ജയിച്ചേനെ. ആ ജോഡയാത്ര പകുതി കൊണ്ട് നിർത്തിയതാണ് പറ്റിയത്. ഇതൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ട ഒരു സത്യമാണ്. നമ്മൾ ഈ കേരള കോൺഗ്രസ് കെ.എം. മാണിയുടെ വിയോഗത്തിന് ശേഷം പാർട്ടി ചെയർമാനായി ജോസ് കെ മാണി വരുന്നു. രാഷ്ട്രീയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു, മുന്നണി വിടാനുള്ള തീരുമാനമെടുക്കുന്നു, LDFിലേക്ക് പോകുന്നു. ഈ തീരുമാനങ്ങളൊക്കെ ശരിയായിരുന്നു എന്ന് ഇപ്പോൾ നോക്കുമ്പോൾ തോന്നുന്നുണ്ടോ? ഞാൻ അതിനകത്ത് അന്നത്തെ സാഹചര്യത്തിൽ ജോസ് കെ മാണി ഇടതുപക്ഷത്ത് പോയത് തെറ്റാണ് എന്ന് ഞാൻ പറയാം. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞത് ഒരു മുന്നണിക്കകത്ത് പാർട്ടിയെ കൊണ്ടുപോയി അടിയറ വയ്ക്കരുത്. അഭിപ്രായം തുറന്നു പറയേണ്ട ഒട്ടേറെ സന്ദർഭങ്ങളിൽ നിശബ്ദമായി പോയി എന്ന പരാതി എത്രയോ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഞാൻ ആ ചെറുപ്പക്കാരനെതിരെ ഇപ്പോൾ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് ജനങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് അല്ലേ? എന്തിനായി ഈ ഒളിച്ചോട്ടം? അവർ മുന്നണി വിടാനല്ലല്ലോ. മുന്നണിക്കകത്തിരുന്നുകൊണ്ട് ഇത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് മുന്നണി രാഷ്ട്രീയം വിടാനാണോ? അല്ലല്ലോ. അങ്ങനെ വന്നാൽ, അങ്ങനെ ആയാൽ അടിമ സ്വഭാവത്തിലേക്ക് പോകും. അപ്പോൾ ഒരു ഇത്തിക്കണ്ണി പാർട്ടിയുടെ സ്വഭാവവും ഏതൊരു മരമില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അപ്പം ജനപങ്കാളിത്തമില്ല, ജനങ്ങളില്ലെന്നുള്ള ബോധ്യത്തിലല്ലേ അങ്ങനെ ഇത്തിക്കണ്ണികളാകുന്നത്. അതിൻ്റെ ആവശ്യം എന്നായിരിക്കുന്നത്? പറയാനുള്ള കാര്യങ്ങൾ ഏത് മുന്നണിയിൽ നിന്നുകൊണ്ടും തുറന്നു പറയണ്ടേ? ഇപ്പൊ CPI പോലും ഏതാണ്ട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടല്ലേ? ഭരണവിരുദ്ധ വികാരമുണ്ട്. അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാ? അതും ഇപ്പൊ പറയേണ്ടതൊന്നും അല്ലതൊന്നും. അതിപ്പോ ജനവികാരം എതിരാണെന്ന് ബോധ്യമായി കഴിഞ്ഞിട്ട് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയുന്ന രാഷ്ട്രീയം എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. കാരണം ഇവർ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചാൽ ഇവർക്കിത് മനസ്സിലാകില്ലായിരുന്നു. ഇവർ ദന്തഗോപുരത്തിൽ ഇരുന്നത് കൊണ്ടല്ല ഇനി പരിശോധിക്കാൻ പോകുന്നത്. അതിന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഫീൽഡ് യാഥാർത്ഥ്യം അന്നേരം കിട്ടിയാലേ. അപ്പോൾ അങ്ങനെ ഒരു പരിശോധന നേതൃത്വം കാണിച്ചില്ല, പാർട്ടികൾ കാണിച്ചില്ല എന്നല്ല അതിൻ്റെ വരുന്നത്. എന്ന് പറഞ്ഞാൽ പാർട്ടികൾ ഭരണത്തിൻ്റെ പിന്നാലെ പോയി അല്ലേ? ജനങ്ങളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചു, ജനങ്ങളെ നിസാരവൽക്കരിച്ചു അല്ലേ? അന്ന് ആ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു. കേരള കോൺഗ്രസ് എം കൂടി വന്നതോടുകൂടി 91 സീറ്റ് ഉണ്ടായിരുന്നത് 99ലേക്ക് തുടർ ഭരണം, ഒരു ചരിത്രപരമായ മാറ്റം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ആകെ ആഞ്ഞു വീശുന്ന ഇടത് തരംഗം, ഇതൊക്കെ അതിന്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് കേരള കോൺഗ്രസ് എമ്മും ഉണ്ടായി എന്നുള്ള രാഷ്ട്രീയ വിലയിരുത്തലുകൾ ആ സമയത്തുണ്ടായിരുന്നു. പക്ഷേ പാലയിൽ ജോസ് കെ മാണി പരാജയപ്പെടുകയാണ്, അതും കെ.എം. മാണിയുടെ സീറ്റിൽ. അപ്പം ഈ വിലയിരുത്തലുകളിലൊക്കെ ഒരു വസ്തുതയുണ്ട്. നിങ്ങൾ കാണേണ്ടത് അന്നത്തെ ഇടതുപക്ഷ മുന്നണിയുടെയും കേരള കോൺഗ്രസ് കൂടി വന്നതിന് ശേഷമുള്ള ഇടതുപക്ഷ മുന്നണിയുടെ വോട്ടിൻ്റെ പങ്കാളിത്തവും തോറ്റുപോയ UDFിൻ്റെ വോട്ടിൻ്റെ പങ്കാളിത്തവും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നറിയോ? 10 ലക്ഷത്തിൽ താഴെ ഉള്ളൂ. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ആദ്യം എന്നോട് പറഞ്ഞ ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞില്ലേ, ഇതെല്ലാം കൂടെ ഉണ്ടാക്കിയ ഒരു ചെറിയൊരു ആന്തോളനം, അത് സൃഷ്ടിച്ച ഒരു അനുകൂല ഘടകം. അതല്ലാതെ കോൺഗ്രസിനകത്തെ യോജിപ്പില്ലായ്മയുടെയും കൂട്ടായ്മയില്ലായ്മയുടെയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ പ്രവർത്തന വൈകല്യത്തിൻ്റെയും ഫലം
ആയിട്ട് വന്ന ഒരു ക്ഷീണം. അതേസമയം അവർ ശരിക്കെന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ 10 ലക്ഷം വോട്ട് മറികടക്കാൻ വലിയൊന്നുമില്ല. ഈ 99 സീറ്റ് കിട്ടി എന്നുള്ള നമ്പറല്ല നോക്കേണ്ടത്. അവിടെയൊക്കെ എത്രയാണ് ഡിഫറൻസ്? ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ അവസ്ഥ എന്താണ്? എത്ര വോട്ട് കൂടി മറിഞ്ഞിരുന്നെങ്കിൽ ആകുമായിരുന്നു? ഇത് സിസ്റ്റമാറ്റിക്കായിട്ട് തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അതിൽ അന്നത്തെ UDF പറ്റിയ പാളിച്ചയും വിജയത്തിൻ്റെ കാരണമാണ്, ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിൻ്റെ കാരണമാണ്. അതുകൊണ്ട് കേരള പക്ഷേ മേനി നടിക്കാൻ നല്ലതാണ്. ആർക്ക്? ജോസ് കെ മാണിക്കും ഒക്കെ. അല്ലെങ്കിൽ ഞാൻ അന്ന് കേരള കോൺഗ്രസില്ല, ഞങ്ങളൊക്കെ വന്നതുകൊണ്ട് എന്നാൽ ഞാൻ പറയുമല്ലോ, നമ്മുടെയും കൂടെ വരവോടുകൂടിയാണ്. അങ്ങനെ വരവോടുകൂടിയാണെന്ന് പറഞ്ഞ കേരള കോൺഗ്രസിനോട് ഞാൻ ഇന്ന് ചോദിക്കുന്നത് എന്നാ, ഇപ്പോഴത്തെ അവസ്ഥ എന്നതാ? കേരള കോൺഗ്രസിൻ്റെ 5 MLA കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ പുറകെ പോയി. അതിന് കാരണം എന്നാ? അത് നമ്മൾ കാണണ്ടേ? നമ്പർ 1. നമ്പർ 2, വേണമെങ്കിൽ അതിനൊരു മറുപടി പറയുന്നതിനാന്ന് ഞാൻ പറയാം. ഇതൊരു രാജ്യസഭയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകത ഉണ്ട്. സാധാരണഗതിയിൽ അങ്ങനെയാണ്, അനുകൂലമാണ് ആണ് എന്ന് മാത്രം പറഞ്ഞ് തൃപ്തിപ്പെടാൻ മാത്രമുള്ള ക്ഷീണമേ ഉള്ളൂ. അത് നോക്കണ്ടേ? വലിയ ഭൂരിപക്ഷം, ലക്ഷങ്ങളുടെ ഭൂരിപക്ഷം, അതാണ്. അപ്പം അത് വരുമ്പോൾ നമുക്കൊക്കെ അറിയാമല്ലോ. ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എനിക്കറിയാം ആലക്കോട് പഞ്ചായത്ത് കേരള കോൺഗ്രസിന് എത്ര വോട്ടുണ്ട്. എനിക്ക് കൃത്യമാണ്. ഇല്ല, ഇന്ന പഞ്ചായത്ത് ചപ്പാപ്പുഴ എന്തോരമുണ്ട്, ചെറുപുഴ പഞ്ചായത്തിൽ എത്രയുണ്ട്, ഇതൊക്കെ നമുക്ക് കൃത്യമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. രാഷ്ട്രീയമായ കണക്ക് വെച്ച് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ചാഴികാടൻ്റെ UDF ആണല്ലോ ചാഴികാടൻ്റെ ഭൂരിപക്ഷം എത്രയാണ്? ആ ഭൂരിപക്ഷം എന്ന് പറയുന്നത് കേരള കോൺഗ്രസിൻ്റെയും കൂടി വോട്ട് കൂടിയല്ലേ? മൈനസ് ചെയ്യേണ്ടത് UDF വോട്ടല്ലേ ഉള്ളൂ. പാലായും കാഞ്ഞിരപ്പള്ളിയും കടുത്തുരുത്തിയും അടങ്ങിയ കേരള കോൺഗ്രസിൻ്റെ ഹൃദയത്തിൽ കേരള കോൺഗ്രസിന് എത്ര വോട്ടുണ്ട് എന്ന് ഇന്നിപ്പോൾ ഈ കണക്ക് നോക്കി അറിയത്തില്ലേ അയാൾക്ക് അത്രയും ഭൂരിപക്ഷം കിട്ടിയത്? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് കേരള കോൺഗ്രസിൻ്റെ എല്ലാവരും സജീവ രാഷ്ട്രീയ അനുഭാവികളായിട്ടുള്ള പ്രധാനപ്പെട്ട ഈ നേതാക്കന്മാരുടെ കുടുംബത്തിലെ വോട്ട് പോലും ഇന്ന് നിൽക്കുന്ന മുന്നണിക്ക് ചെയ്യിക്കാൻ കഴിയാതെ പോയി. അതിന് കാരണം എന്താ? ഈ ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ടും ഈ ശരിയല്ലാത്ത നടപടിക്രമം. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ ആദ്യത്തെ ഗവൺമെൻറ്റിന് കിട്ടിയ മെച്ചം എന്താ? പിണറായി വിജയൻ്റെ ആദ്യത്തെ ഗവൺമെൻറ്റിന് കിട്ടിയ മെച്ചം എന്ന് പറയുന്നത് അന്നൊരു ഗവൺമെൻറ് എങ്ങനെ ഫങ്ഷൻ ചെയ്യണമെന്ന് കാണിച്ചു കൊടുത്തു ഇല്ലേ? പ്രോഗ്രസ് റിപ്പോർട്ട്, ഇടപെടലുകൾ, നല്ല നിലയ്ക്കുള്ള ക്രമീകരണം, ആ മഹാമാരിയെ നേരിട്ട രീതി, കോവിഡ് കാലത്ത് ജനങ്ങളെ പട്ടിണിക്കിടാതെ സംരക്ഷിച്ച ഒരു രീതി, ഇതെല്ലാം ഉണ്ടാക്കി പറ്റും. ഇതാ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പം ഈ ജനങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് പ്രവർത്തിച്ചപ്പോഴത്തേക്ക് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇടതുപക്ഷത്തെ രണ്ടാമത് കൊണ്ടുവന്ന്. പക്ഷെ ആ രണ്ടാമത്തെ വരവിൽ മന്ത്രിസഭയിലെ ഷഫിളിങ്, പുതിയ ആളുകളുടെ രംഗപ്രവേശനമൊക്കെ വന്നതോടുകൂടി എന്താ സംഭവിച്ചത്? കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഒരു പരിപാടികളും ഇല്ലാതെ പോയി. ഞാൻ ഓർക്കുന്നു, ഒരു ദിവസം നമ്മുടെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ്, അന്ന് ഞാൻ രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ച് നിൽക്കുന്ന സമയം, ഒരു ജാഥ ആരംഭിച്ചില്ല, ഒരു പര്യടനം. അങ്ങേരെ ഒരു കൊള്ളാവുന്ന ഒരു പരിപാടി എന്നുള്ള നിലയ്ക്ക് ഓരോ ജില്ലയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ കുറേ ആളുകളെ വിളിച്ചു കൂട്ടി അഭിപ്രായം ചോദിക്കും. അങ്ങനെ കണ്ണൂരിലെ പൗരമുഖ്യന്മാരുടെ ഒരു യോഗം വിളിച്ചു. എന്നെ അതിന് വന്ന് ക്ഷണിച്ചു. നിങ്ങളിപ്പോൾ രാഷ്ട്രീയമൊന്നും ഇല്ലായിരിക്കല്ലേ, നിങ്ങളും കൂടെ ആ യോഗത്തിന് വരണം. ഞാൻ പറഞ്ഞു, ഞാനെന്തിനാ, ഞാനിപ്പം ഇടതുപക്ഷമല്ല വലതുപക്ഷമല്ല, ഞാനിങ്ങനെ വീട്ടിലിരിക്കുകയാണ്. അല്ല, PT വരണം എന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞുകൊണ്ട് ഞാൻ പോയി. അന്ന് നമ്മുടെ കണ്ണൂരിലെ പൗരമുഖ്യന്മാരായ ഒത്തിരി ആളുകളുണ്ട്, ഒരു 10-250 ആളുകളുണ്ടായിരുന്നു. എല്ലാവരും അവരവരുടേതായ പ്രസംഗങ്ങൾ, നിവേദനങ്ങൾ, മറ്റേ വികസന പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങൾ, ടൂറിസത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ടേൺ വന്നപ്പോൾ ഞാൻ എണീറ്റിട്ട് പറഞ്ഞു, ഗോവിന്ദ മാഷേ, ഇവർ പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഈ പോക്ക് ശരിയല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ, തുടർഭരണം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ച ഒരാളും കൂടിയാണ് ഞാൻ. പക്ഷേ അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ മാർക്കും ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ മാർക്കും തമ്മിലിട്ടാൽ ഇപ്പോൾ പാസ് മാർക്ക് തരാൻ നിവൃത്തിയില്ല. ഇന്ന കാരണങ്ങൾ കൊണ്ട് ആ ഗവൺമെൻറ്റിൻ്റെ ഒരു ഗ്രാമറും ഈ ഗവൺമെൻറ്റിന് അംഗീകരിച്ചു. എന്നാ അറിയോ? അതുകൊണ്ട്
അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, ഗോവിന്ദ മാഷെ, നമ്മളൊക്കെ സാധാരണക്കാരുടെ ആളുകളല്ലേ, എന്തിനാ ഈ മന്ത്രിമാർക്ക് ഇത്രയും പോലീസും സന്നാഹവും? നാണംകേടല്ലേ? ഇങ്ങനെ വന്നാൽ അപകടകരമായ രീതിയിലേക്ക് ഈ പാർട്ടി, ഈ ഗവൺമെൻറ്റും പോകും എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇത്രയും രൂക്ഷമായ ഭാഷയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റേതായ ശൈലിയിലെ പറഞ്ഞുള്ളൂ, ഞാനല്ലാതെ വലിയ കടന്നാക്രമണമൊന്നും നടത്തിയില്ല. അതുകൊണ്ട് ഇതൊക്കെ തിരുത്തണം എന്ന് ആണ് എൻ്റെ എളിയ അഭിപ്രായം എന്ന് പറഞ്ഞു പാർട്ടി സെക്രട്ടറി. എത്ര അന്തസ്സായിട്ടാണ് അറിയാം മറുപടി പറഞ്ഞത് എം വി ഗോവിന്ദൻ മാഷ്. എം വി ഗോവിന്ദൻ മാഷ് എണീറ്റിട്ട് എല്ലാവർക്കും മറുപടി പറഞ്ഞതിന് ശേഷം പറഞ്ഞു, പി ടിയുടെ വിമർശനം ഞാൻ ഉൾക്കൊള്ളുന്നു, ഞാനത് കേട്ടു. പി ടി വന്നിട്ട് 1.5 വർഷം കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഇതെല്ലാം തിരുത്തി കഴിഞ്ഞ ഗവൺമെൻറ്റിനേക്കാൾ മെച്ചപ്പെട്ട ഗവൺമെൻറ്റായി ഇത് റെക്കോർഡ് ഭേദിക്കും, സംശയം വേണ്ട. അപ്പോൾ ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, തിരുത്തേണ്ട മേഖലകൾ മുഴുവൻ തിരുത്തി പോവും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം ഈ സമൂഹത്തിൻ്റെ ഒരു രസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇത് കേട്ടു നിശബ്ദമായി. എടാ, ഇതിങ്ങനെ ഇവരുടെയൊക്കെ കേൾക്ക പറയാവോ? ഇങ്ങനെ മുഖത്ത് നോക്കി പറയാമെന്നുള്ളൊരു ആശങ്കയിലാണ് പല ആളുകളും. ആരും കാണാതെ സ്വകാര്യമായി കൈ കുടിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ കുലുക്കിൽ വേണ്ട, ഗംഭീരായി പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഗംഭീരായി എന്ന് ഇപ്പം പറയാനില്ല, അന്നേരം ഒരാൾ ഒരു കുഞ്ഞു കൈ പോലും അടിച്ചില്ല, പേടിയാ. മറുപടി എന്താ? ഞാൻ പ്രസംഗിച്ചപ്പോൾ ഒരു കൈ അടിച്ചായിരുന്ന കൊള്ളാമെന്നുള്ള ഒരു പ്രതികരണം. അതാരും മിണ്ടാതെ സ്വകാര്യമായി ആരെങ്കിലും കാണുന്നുണ്ടോ നോക്കിയിട്ട് കൈ തരണ്ട, ആ കൈ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു നിലപാട് അങ്ങനെയാണ്. എന്തിനാണ് ഈ നമ്മൾ ഈ കാപട്യം കാണിക്കുന്നത്? അപ്പം അത് ഞാൻ അവരെ കുറ്റപ്പെടുത്തിയല്ല. കാരണം അവരെ കുറ്റപ്പെടുത്താത്തതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? അവരൊക്കെ പൊട്ടിത്തെറിക്കാൻ പോവുക ഇനിയും. ഇന്നലെ അതാണ് സീന എന്ന പെൺകുട്ടിയുടെ പൊട്ടിത്തെറിക്കൽ അല്ലേ? അതിൻ്റെ അമ്മ വന്ന് പേടിച്ചരണ്ട്, മോളെ വേണ്ട വേണ്ട എന്ന് പറയുന്നത് കണ്ടില്ലേ? എന്താ അവസ്ഥ? ആ സംഭാഷണത്തിന് ശേഷം സീനയുടെ മറുപടിയിലേക്ക് ഈ ഗവൺമെൻറ് എത്തി എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറുപടി പറയേണ്ടതാ അല്ലേ? അല്ലേ? നീട്ടുള്ള അതിന് ക്വസ്റ്റ്യൻ. നമുക്ക് ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് ഒറ്റ കാര്യമേ പിണറായിയോട് പറയാനുള്ളൂ. എന്നാണെന്നറിയോ? 67-ൽ 3-2 ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വന്ന എം ശങ്കർ നമ്പൂതിരിപ്പാട് 69 രാജിവെച്ചു, പിരിഞ്ഞുപോയി അല്ലേ? രാജിവെച്ച് ഇറങ്ങിപ്പോയി. പിന്നെ പറഞ്ഞാൽ CPI അച്യുതാനന്ദൻ്റെ മന്ത്രിസഭ ഉണ്ടായി, അത് 6 മാസത്തേക്ക് നിലനിന്നുള്ളൂ. എങ്കിലും അന്ന് EMS കാണിച്ചൊരു മാതൃകയുണ്ട്, ഒരു കമ്മ്യൂണിസ്റ്റ് മാതൃക ഞാനതിനെ വിശേഷിപ്പിക്കും. അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചിലും വിമർശനവും പത്രത്തിൽ വാർത്തയും ഇമേജ് തകരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായപ്പം EMS രാജിവെച്ചിറങ്ങിപ്പോയത് കൊണ്ട് രാജി എഴുതി കൊടുത്തു. ഇന്ന് ഞാൻ സഹാവ് പിണറായിയോട് സ്നേഹപൂർവ്വം പറയുന്നു, EMSനെ അനുകരിക്കേണ്ട സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ രാജിവെച്ചാൽ അത്ര നല്ലത്. ഇപ്പോൾ നമ്മൾ ഇത്രയും സംസാരിച്ച് വന്നപ്പോൾ താങ്കളുടെ ഒരു കേരള കോൺഗ്രസുമായുള്ള ബന്ധം, ഒരു പൊക്കിൾ കൊടി ബന്ധം, ആ ബന്ധം താങ്കൾ മുറിച്ചതിന് ശേഷം മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നും പോകാതെ ഇപ്പോഴും മാണി സാറിന്റെ അധ്വാന വർഗ സിദ്ധാന്തം നെഞ്ചേറ്റി ഇപ്പോൾ പല കർഷക ഒക്കെ വളരെ സജീവമായി തന്നെ നിൽക്കുന്നുണ്ടോ? മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊന്നും സമീപിച്ചില്ല, ഇങ്ങനെ മാറി നിൽക്കും? അയ്യോ, വന്നു എന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് പോലും ഇടയ്ക്കൊരു ബലഹീനതയുണ്ടായി. അപ്പം ഈ രാജ്യസഭ എനിക്ക് കിട്ടാതെ വന്നപ്പം ഇത് ശരിയല്ലല്ലോ, ഒന്ന് രാജ്യസഭയിൽ പോയാൽ കൊള്ളാം എന്നൊരു ചിന്ത വന്നത് ഞാൻ ചില സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെച്ചു. അങ്ങനെ പങ്കുവെച്ചപ്പോൾ അപ്പം രാജ്യസഭയിൽ നിന്ന് അന്ന് രാജ്യസഭയിൽ പോകണേ പിന്നെ BJPയേ ഉള്ളൂ. അങ്ങനെ ഇരുന്നപ്പോൾ ചില സുഹൃത്തുക്കൾ എന്നെ വന്ന് സമീപിച്ചു, BJP നേതാക്കൾ സമീപിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊള്ളാം. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഈ ന്യൂനപക്ഷത്തെ ഇങ്ങോട്ട് പിടിക്കാൻ നടക്കുകയല്ലേ, ന്യൂനപക്ഷത്തിൻ്റെ ഒരു പിന്തുണ വേണമെങ്കിൽ എന്നെ രാജ്യസഭയിലേക്ക് വയ്ക്കുക, ആലോചിച്ചൊക്കെ പറയാമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരൊന്ന് പറഞ്ഞതേ, ഞങ്ങൾക്കൊരു തീരുമാനമുണ്ട്, ജോസിയേട്ടൻ 70 വയസ്സ് കഴിഞ്ഞില്ലേ, 70 വയസ്സ് കഴിഞ്ഞാലേ ഞങ്ങൾ രാജ്യസഭയിലേക്ക് വയ്ക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ശരി. അന്നേരം ചുമ്മാ ഒരു മോഹം തോന്നി. പക്ഷെ ആ ചർച്ച പിന്നെയും തുടർന്ന് വലിയ പ്രമുഖ നേതാക്കളടക്കം വന്ന് സംസാരിച്ചു.
അപ്പോൾ സംസാരിച്ചപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു നോ. ഒടുവിൽ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഒടുവിൽ പ്രമുഖനായ 2-3 ആളുകൾ വന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, PT ജോസിന് 2 സ്ഥാനങ്ങൾ ഞങ്ങൾ മാറ്റിവെക്കുക. ഒന്നുകിൽ ഗവർണർ സ്ഥാനം, അല്ലെങ്കിൽ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാൻ സ്ഥാനം, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. ഇതിലേത് വേണം എന്ന് PT തിരഞ്ഞെടുത്തു. അത് തരാൻ തയ്യാറാണ്. വലിയൊരു ഓഫർ ആയിരുന്നില്ലേ? വലിയ ഓഫറാണ്. പക്ഷെ അതിൻ്റെ കൂടെ വേറൊരു ചരടുമുണ്ട്, നിങ്ങൾ BJPയിൽ മെമ്പറാവണം. അപ്പം ഞാൻ പറഞ്ഞു, സ്നേഹിത എന്തിനാണ് എനിക്ക് ഈ സ്ഥാനം തരുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾ ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയല്ലേ? അങ്ങനെയാണ് ഒരു ന്യൂനപക്ഷത്തിൻ്റെ വക്താവിനെ ഞങ്ങൾ വയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ പോലെ BJPയിൽ എന്തിനാണ് എന്നെ ചേർക്കുന്നത്? ഇനി ഞാൻ BJP ചേർന്ന് ഈ സ്ഥാനം നേടിയാൽ നിങ്ങൾ ധരിക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി BJP ചേരുമെന്ന്? അതിനുള്ള സ്വാധീനമൊന്നും എനിക്കില്ല. അതുകൊണ്ട് എനിക്കിതറിയാം. ഞാൻ BJP ചേർന്ന് നിങ്ങളിത് തരും, ഇതിലേതെങ്കിലും ഒന്ന് സ്വീകരിച്ച് ഒന്ന് ഒരു മേനി കളിച്ച് നടക്കാം എന്നതിൻ്റെ അപ്പുറത്തേക്ക് രാഷ്ട്രീയമായി യാതൊരു പ്രയോജനവും നിങ്ങൾക്ക് ഇതുകൊണ്ട് കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ ഒരു ആത്മവഞ്ചന ചെയ്യാൻ ഞാൻ തയ്യാറല്ല. കാരണം ഞാൻ BJP ചേർന്ന് ഈ സ്ഥാനം ഏറ്റെടുത്താൽ കുറച്ച് കാലത്തേക്ക് ഈ ആളുകൾ എന്നെ പൊക്കിപ്പിടിച്ച് കൊണ്ടു നടക്കാൻ കാണും. കുറച്ചാളുകൾ, അതിൻ്റെ 4 ഇരട്ടി ആളുകൾ തെറി പറയാനും കാണും. ഇനി ഞാൻ അതും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് എന്നെ പരിഗണിച്ചതിന് നന്ദി. പക്ഷേ എനിക്ക് BJP ചേർന്നിട്ട് ഈ സ്ഥാനമൊന്നും വേണ്ട. CPM-മാരും വന്നു. അപ്പോൾ CPM-കാരോട് ഞാൻ വളരെ പച്ചയ്ക്ക് പറഞ്ഞു, എൻ്റെ തന്നെ മുന്നണിയൊക്കെ ചേരാനൊക്കെ കൊള്ളാം, എനിക്ക് നിങ്ങളുടെ പ്രവർത്തനത്തിൽ എനിക്ക് ഈ CPM ഇല്ലായ്മ ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരൊന്നുമല്ല. കാരണം പ്രതിപക്ഷമായിട്ട് ശക്തമായി നിൽക്കാൻ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ആവശ്യമാണ്. പക്ഷേ ഞാൻ അവരോട് പച്ചയ്ക്കൊറ്റ വാക്കിലേ പറഞ്ഞുള്ളൂ, ഈ CPM-നെ കാണാനും വിലയിരുത്താനും കൂട്ടുകൂടാനും ഒക്കെ കൊള്ളാം. പക്ഷേ പാർട്ടി ചേർന്നാൽ പിന്നെ ഈ നേർച്ച കിട്ട പോലെയാണ്. ഈ നേർച്ച പറ്റി പൈസ കിട്ടി കഴിഞ്ഞാൽ പിന്നെ എടുക്കണം എന്ന് വിചാരിച്ചാൽ നടക്കുമോ? അതുകൊണ്ട് അതിന് ഞാനില്ല. അപ്പോൾ അത് കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ ആളുകളും വന്നു. ചെറിയ ആളുകളെന്ന് പറഞ്ഞാൽ ഞാൻ ആരുടെ പേര് പറയുന്നില്ല, വലിയ ആളുകൾ തന്നെയാണ്. അപ്പോൾ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊരു ചെറിയ പുഴയിൽ കൂടെ ഇങ്ങനെ നീന്തിക്കൊണ്ടിരുന്നപ്പോഴാണ് കാലെ പിടിച്ച് വലിച്ച് മുക്കാൻ നോക്കിയപ്പോൾ ഒരു വ്യക്തി കൊതറി കയറി കരയ്ക്ക് നിൽക്കുക. പിന്നെ ഈ കടലിൽ നീന്താൻ ഞാൻ വരണോ എന്ന് ചോദിച്ചാൽ അത് അവസാനിപ്പിച്ചു. ജോസഫ് ഗ്രൂപ്പിൽ നിന്നും വിളി വന്നു. ഞാൻ പറഞ്ഞു വേണ്ട. കാരണം ജോസഫ് ഗ്രൂപ്പിനെയൊക്കെ ഞാൻ തള്ളിപ്പറഞ്ഞ അല്ലേ. അപ്പോൾ ഈ ഈ രാഷ്ട്രീയ രംഗത്ത് ഇതുപോലുള്ള സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ. ഇല്ലെങ്കിൽ ഏതാണ്ട് ആകാശം ഇടിഞ്ഞു വീഴും, ഭൂമി താണു പോകും എന്നൊരു ചിന്ത എനിക്കില്ല. എനിക്ക് യാതൊരു മാനസിക ബുദ്ധിമുട്ടുമില്ല. ഒറ്റ കാര്യമുള്ളൂ, മുറിവേറ്റൊരു ഹൃദയത്തിൻ്റെ ഒരു ആനന്ദം എനിക്കുണ്ട്. അപ്പം മുറിവേറ്റു ശരിയാണ്, പക്ഷേ അതൊരു ആനന്ദമാണ്. ഇന്ന് എനിക്ക് വളരെ മനസ്സമാധാനമുണ്ട്. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ചെറിയ ചില പങ്ക് വഹിക്കാൻ പറ്റുന്നുണ്ട്. TSS എന്ന് പറയുന്ന തലശ്ശേരി അതിരൂപതയുടെ ഒരു സോഷ്യൽ സർവീസ് മേഖലയിൽ, ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെ NGO ആണ്. അതിൻ്റെ ഒരു ഡയറക്ടറായിട്ട് എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കൃഷിക്കാരുടെ ആ മേഖലയിലായിരുന്നുള്ള നമ്മുടെ പ്രവർത്തനം ഏറ്റവും കൂടുതലുണ്ടായിരുന്നു. അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, അവർക്ക് സഹായം ചെയ്യാൻ വേണ്ടി തലശ്ശേരി അതിരൂപത രൂപീകരിച്ചാണ് ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി. അതിൻ്റെ ഒരു ഡയറക്ടറായിട്ട് എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ, ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെടുക, അതുപോലെ തന്നെ മന്ത്രിമാരുമായിട്ട് ബന്ധപ്പെടുക ഒക്കെ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ അനുഭവ സമ്പത്ത് വെച്ച് എനിക്കിപ്പം ഈ മന്ത്രിമാരെ ആരുടെയും പ്രത്യേകിച്ച് പരിചയപ്പെടുത്താതെ തന്നെ ചെന്ന് ഒരു കാര്യം പറയാനും ക്ഷണിക്കാനും ഒക്കെ പറ്റുമല്ലോ. അവരെല്ലാവരും ഇപ്പോൾ ഈ ഗവൺമെൻറ് തന്നെ നല്ല സഹായം ചെയ്തു ഫാമേഴ്സ് പ്രൊഡ്യൂസ് കമ്പനിക്ക്. ആ കമ്പനിക്ക് ഇപ്പോൾ ഒരു കർഷക പാർക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ പിതാവിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു 10 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ ഒരു പാർക്ക് കിട്ടും. അന്നേരം പാമ്പളാനി പിതാവ് 10 ഏക്കർ സ്ഥലം മാനേജിംഗ് ഡയറക്ടർ അച്ഛനോട് എഴുതി തന്നേക്കാന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. ഫാമേഴ്സ് കമ്പനി 1 മാസത്തിനകം അതിൻ്റെ ഉത്തരവ് P. രാജീവ് ഇവിടെ എത്തിച്ചു തന്നു. അങ്ങനെയാണ് വന്ന് ഞങ്ങളുടെ ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്, ഇപ്പം ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ അവരെ സമീപിക്കുന്ന കാര്യങ്ങളൊന്നും, അത് ആരാണെങ്കിലും ശരി, ഭരണാധികാരികളോടൊരു സമീപനം, എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഭരണാധികാരികൾ അവരുടെ രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല. നമുക്ക് അവരുടെ ആവശ്യം ഉന്നയിച്ച് അത് നേടിയെടുക്കാൻ കഴിയുമെങ്കിൽ, അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ നേടിയെടുക്കണം. ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി റിലേ സ്റ്റേഷൻ തന്നിട്ടുണ്ട്, റേഡിയോ സ്റ്റേഷൻ TSS-ന്. അതിനുശേഷം അത് ഉദ്ഘാടനം ചെയ്തു, പഠനക്കാട്ട. അത് സെൻട്രൽ ഗവൺമെൻറ് വരേണ്ടതാണ്. അവരെ കണ്ടു, സംസാരിച്ചു, അവരെ തന്നു.
കേരളത്തിൽ ആദ്യമാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇവരെയൊക്കെ കണ്ട് സംസാരിച്ച്, ചിലർ ഈ വൈര്യനിരാധന ബുദ്ധിയോട് രാഷ്ട്രീയം നോക്കുന്ന ആളുകൾ കാണും. പക്ഷേ ഒട്ടനവധി ആളുകൾ അങ്ങനെയല്ല. വരുന്ന ആളുകളുടെ ആവശ്യമെന്ത്, അതിനകത്ത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിച്ച് തീരുമാനമെടുക്കുന്ന, അതാണ് ഉദ്യോഗസ്ഥ മേഖലയിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇപ്പം അങ്ങനെ അങ്ങ് പോകുന്നു. അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷവാനും തൃപ്തനുമാണ്. പിന്നെ രാഷ്ട്രീയം വിലയിരുത്തുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ ഒരു ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. കാരണം എനിക്കത് വലിയൊരു ഇഷ്ടമാണ്. കാരണം ആ ഒരു പോരാട്ടം നന്നായിരിക്കുന്നു. എന്തായാലും ഈ താങ്കളുടെ ഇത്രയും കാലത്തെ അനുഭവ പരിചയം വെച്ച് കേരള കോൺഗ്രസിന്റെ ഒരു ഭാവി, ജോസ് കെ മാണി നയിക്കുന്ന ഈ പാർട്ടിയുടെ ഒരു ഭാവി ഇടതുപക്ഷത്ത് നിൽക്കുന്നതാണോ, അല്ല ഇപ്പോൾ UDF ഒരു മോഹമുണ്ട് ജോസ് കേരള കോൺഗ്രസ് എമ്മിനെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവന്നാലോ എന്നുള്ള ചർച്ചകളൊക്കെ അവരുടെ ഭാഗത്തു നിന്നും നടക്കുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്താണ് കേരള കോൺഗ്രസിന് ഭാവി വേണമെങ്കിൽ ഈ 10-15 കഷണമായി കിടക്കാതെ, ഈ സ്ഥാനമാനങ്ങൾ വേണ്ട, പദവികൾ വേണ്ട, MLA പദം കിട്ടിയതിൽ അത് വേണ്ട, ഒരു പ്രസ്ഥാനം രൂപവൽക്കരിക്കണം എന്ന ചിന്തയോടുകൂടി ഒരുമിച്ചില്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തോട് സാമാന്യ ബുദ്ധിയുള്ളവർക്കൊക്കെ അവജ്ഞയായി തുടങ്ങി. ഒരു കൂട്ടർ അവിടെ, വേറൊരു കൂട്ടർ ഇവിടെ, പരസ്പര ധാരണയില്ലാത്ത, എന്തിനാ ഈ പ്രയോജനമില്ലാത്ത രാഷ്ട്രീയം. ഈ പാർട്ടി കൊണ്ട് കൃഷിക്കാരൻ്റെ വല്ല പ്രശ്നവും പരിഹരിച്ചോ? വന്യമൃഗശല്യം പരിഹരിച്ചില്ല, ഭൂമി പ്രശ്നം പരിഹരിച്ചില്ല, താങ്ങുവില പ്രഖ്യാപിച്ചില്ല. ഇപ്പം റബ്ബറിന് ഇപ്പം 200 രൂപ എങ്കിൽ അത് ഇതിൻ്റെ വിരാജിച്ച് കൊടുത്തതല്ല, സാഹചര്യം അനുകൂലമായപ്പോൾ കിട്ടുന്നതാണ് അല്ലേ? അതിപ്പോൾ റബ്ബർ വിട്ടിട്ട് നടക്കുന്നില്ല. അപ്പോൾ ജനകീയ വിഷയങ്ങളൊന്നും പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഒരു പ്രസ്ഥാനം കൊണ്ട് കാര്യമുണ്ടോ? ഞാൻ പറയട്ടെ, പഞ്ചാബിലെ കൃഷിക്കാരുടെ ഒരു പോരാട്ടത്തിന്റെ കൂടെ ജോസ് കെ മാണിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശേഷി ആർക്കും കഴിഞ്ഞെന്ന് വരികയില്ല. പുതിയ രീതിയിൽ, പുതിയ ഭാവത്തിൽ ഒരുമിച്ച് നിന്ന് ഒരു പ്രസ്ഥാനം രൂപീകരിക്കാനുള്ള ശ്രമമാണെന്നുള്ള ബോധ്യം വരുത്തിയാലല്ലാതെ ഇവർക്കൊന്നും ഭാവി രാഷ്ട്രീയത്തിൽ പിടിച്ചു നീക്കാൻ കഴിയും എന്നൊന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മൾ അങ്ങനെ പ്രവചനം ഒന്നും നടത്തുന്നില്ല. ചില പേരങ്ങ് രക്ഷപ്പെടുന്നത് ഓരോ, അല്ലേ, കേജ്രിവാൾ രക്ഷപ്പെടുമെന്ന് ആദ്യം കരുതിയിരുന്ന പോലെ ഒരു അപ്പോൾ ഒരു ഒഴുക്കായിട്ട്. പക്ഷേ കേജ്രിവാൾ എടുത്ത കുറച്ച് സ്ലോഗൻസ് ഉണ്ട്, അതിനുവേണ്ടി മുന്നോട്ട് പോയ ചില സാഹചര്യങ്ങളുണ്ട്. അവിടെ ഈ സ്ഥാനമാനമില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന സ്ഥിതിയിലേക്ക് പോകരുത്. ഇപ്പോൾ ഇത്രയും ഇപ്പം CPM ചെയ്ത് വലിയൊരു സാക്രിഫൈസാണ് അല്ലേ രാജ്യസഭ കൊടുത്തത്. എന്തിനാണ് അവരെ കൊണ്ട് ഇങ്ങനെ ഒരു സാക്രിഫൈസ് ചെയ്ത് ഇത് മേടിച്ചത്? ഇതില്ലാതെ അങ്ങേർക്ക് ഈ കേരള രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയല്ലേ? അത്രയും ഭയങ്കര സാധനമാണ് ഇങ്ങനെ വേണ്ടെന്ന് പറയുന്നത് ഈ രാജ്യസഭ. അത് വേറെ ആർക്കെങ്കിലും കൊടുത്താൽ പോരെ? രാജ്യസഭ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. അവിടെ പോയി പറയട്ടെ, ജനകീയ ആവശ്യങ്ങൾ ഉന്നയിക്കട്ടെ. പക്ഷേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ചെയർമാനായിരിക്കുന്ന ആൾ എനിക്കിതില്ലാതെ പറ്റിയല്ല, അത് തീരുമാനം വായിച്ചപ്പോൾ എനിക്ക് ലജ്ജ തോന്നി. ചെയർമാനാണ് വേണ്ടിയിട്ടായതുകൊണ്ടാണ് കൊടുത്തത്. അങ്ങനെ ഒരു പാർട്ടിക്ക് എടുക്കാൻ പറ്റുമോ? ഞങ്ങളെയൊക്കെ മാണി സാർ പഠിപ്പിച്ച ഒരു സംസ്ഥാന പാർട്ടിക്ക് ഒരു വ്യവസ്ഥയുണ്ട്. ഒരു പാർട്ടിക്ക് അതിന് ചില നിയമമുണ്ട്, ചട്ടമുണ്ട്, വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്. അതെല്ലാം ലംഘിച്ച് സംഘടനാ സംവിധാനവും അതിൻ്റെ നിയാമികമായ സംവിധാനങ്ങൾ മുഴുവൻ തകർത്ത് ഓടിക്കൂടുന്നു, ഒരു തീരുമാനം എടുക്കുന്നു, പിരിയുന്നു അല്ലേ? അപ്പം അങ്ങനെ പോകുന്ന ഒരു പാർട്ടിയാണ് എന്ന് ലോക്സഭ അംഗമായിരിക്കെ തന്നെ അത് രാജ്യസഭയിൽ പോവുക. ഒരു തെറ്റായ സന്ദേശം തന്നെ. അങ്ങനെയുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരാളൊരു പാർട്ടിയുടെ തലപ്പത്തിരുന്നാൽ അത് ആദ്യം മുതൽ മാണി സാർ ജീവിച്ചിരുന്ന പോലെ ഞാൻ എതിർപ്പ് പ്രകടിപ്പിച്ച കാര്യങ്ങളതൊക്കെ. അത് കഴിഞ്ഞ് ഈ കാര്യം വന്നപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ചിലർ ചോദിക്കും രാജ്യസഭ കിട്ടാഞ്ഞിട്ടല്ലേ? അല്ല, രാജ്യസഭ എന്ന് പറയുന്നത് മലബാറിൽ ലഭിച്ചാൽ മലബാറിലെ കൃഷിക്കാരൻ്റെ ആവശ്യങ്ങൾ അവിടെ ഉന്നയിക്കാൻ എളുപ്പമാണ്. ഞാൻ ഇവിടെ ഒരു കർഷക മീറ്റിങ്ങിൽ അന്ന് മാണി സാർ തന്നെ പറഞ്ഞതുമാണ്. അതെ, മാണി സാർ പരസ്യമായി പറഞ്ഞതുമാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പം സ്വാഭാവികമായിട്ടും ഞാൻ ആവശ്യപ്പെട്ടതാ. പക്ഷേ ഇല്ലെന്ന് പറയുന്നതിനൊരു രീതിയുണ്ട്. പണ്ട് ധർമ്മത്തിനൊരു വീട്ടിൽ വരെ ഒരു ധർമ്മക്കാരൻ ചെന്നു കഴിഞ്ഞപ്പം ആ വീട്ടിൽ നിന്ന് ധർമ്മം കൊടുക്കുന്നില്ലെന്ന് അറിയാവുന്ന ആ വീട്ടിലെ ഒരു പെങ്കൊച്ച് പറഞ്ഞു, അത് അവിടെ കെട്ടി വന്ന പെണ്ണ,
ഒന്നും തരാനില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അമ്മായിയും ഇങ്ങോട്ട് കയറി വരുന്നത്. അപ്പം എന്നാ അവിടെ പോയി ഞാൻ ധർമ്മത്തിന് പോയതാ. എന്നിട്ട് ആ കൊച്ചു പറഞ്ഞില്ലെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ആ ഇറങ്ങിപ്പോയി അവനെ വിളിച്ച് വാതൊക്കെ നിർത്തിച്ച് പറഞ്ഞു ഇവിടുന്ന് ധർമ്മമില്ല. ഉടനെ ആ ധർമ്മക്കാരനാണെങ്കിലും രോഷം തോന്നിയല്ലേ, എൻ്റെ പൊന്നെ ഇത് തന്നെയാണല്ലോ സൈഡത്തി ആ കൊച്ചു പറഞ്ഞത്, എന്നാൽ പിന്നെ എന്തിനാ എന്നെ വിളിച്ചു വരുത്തി പറഞ്ഞെന്ന് ചോദിച്ചു. എന്നിട്ട് അയാൾ അവിടെ തുപ്പിയില്ലെങ്കിലും ആ പുറത്തോട്ടിറങ്ങി തൻ്റെ കാർക്കി തുപ്പുകയും ചെയ്തതാണ് ഇല്ലേ എന്ന് പറഞ്ഞ മാതിരി വിളിച്ചു വരുത്തി ആരെ അപമാനിക്കരുത്, അത്രയേ ഉള്ളൂ. ഉള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുക. ഒരു തീരുമാനം എടുത്തുന്നു, പത്രസമ്മേളനം നടത്തി, അത് മാറ്റണമെങ്കിൽ പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി വിളിച്ചു കൂട്ടി തീരുമാനം എടുത്ത് മാറ്റിയാൽ പറയായിരുന്നോ? അങ്ങനെ പെരുമാറരുത് എന്ന് മറ്റുള്ളവർക്ക് കൂടി ഒരു മാതൃക കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സാക്രിഫൈസ് നടത്തിയത്. പിന്നെ എനിക്കും വേണം ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു പേരിട്ടാൽ മതിയെ, കേരള കോൺഗ്രസ്, മലബാർ എന്ന് പറയാനിട്ടാലും പോലെ. എന്തിനാ വേഷം കെട്ടാൻ നിൽക്കുന്നത്? അതും തെറ്റാണെന്നുള്ള അഭിപ്രായക്കാണ്. ആരെങ്കിലും ഒരുത്തിനൊരു അഭിപ്രായ വ്യത്യാസം നിന്നാൽ ഉടനെ മാറിയിരുന്ന് ഒരു 10 പേര് കൂടി ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുക. രാജ്യത്തിനും ജനങ്ങൾക്കും പ്രയോജനപ്രദമല്ലാത്ത ഒരു രാഷ്ട്രീയവും അത് രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിൽ നടത്തുന്നത് അന്തസാര ശൂന്യമാണെന്നുള്ളൊരു മെസ്സേജ് കൂടെ ഞാൻ കൊടുത്തു. അതുകൊണ്ടാണ് ഞാൻ ഒന്നും വേണ്ട, അതിൻ്റെ പേരിലുള്ള കുറവല്ലേ ഉള്ളൂ, ആ കുറവ് ഞാൻ സഹിച്ചോളാം. അങ്ങനെയും വേണ്ട ഒരു മണ്ടത്തരം, അത്രേ ഉള്ളൂ. ഇപ്പം പദവി PT ജോസ് ജനറൽ സെക്രട്ടറി കേരള കോൺഗ്രസ് എന്ന ബ്രാക്കറ്റിൻ്റെ പേരിലല്ല ഞാനിവിടെ അറിയപ്പെടുന്നത്. എന്നെ അവിടെ ചെന്നാലും PT ജോസ് ചേട്ടാ എന്ന് വിളിക്കും, സന്തോഷമാണ്, അത് മതി. അപ്പോൾ ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും ഇല്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണുള്ളത്. തൽക്കാലം ഏതൊക്കെയാലും അത് തന്നെ ആ തീരുമാനം. ഇനിയിപ്പോൾ വയസ്സ് ഇത്രയായി, ഇനിയിപ്പോൾ എന്തിനാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക്? പക്ഷേ എനിക്ക് അങ്ങനെ തീർത്തും മാറി നിൽക്കാൻ നോക്കിയല്ലോ. രാഷ്ട്രീയം ഉരുത്തിരിഞ്ഞു വരുന്ന സന്ദർഭങ്ങളിൽ ജനങ്ങളോട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പം തന്നെ ഒത്തിരി ആളുകൾ ചോദിച്ചു ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയുള്ളവരോട് നമുക്ക് ചില അഭിപ്രായങ്ങൾ പറയേണ്ടി വരുമല്ലോ. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ഈ മുന്നേറ്റത്തിൽ കാണുന്ന ചില നമുക്ക് യോജിക്കാൻ പറ്റുന്ന ചില മേഖലകളുണ്ട്. ഇപ്പം നമ്മൾ ഭയങ്കര അഭിപ്രായ വ്യത്യാസമായി, പക്ഷേ അതിനുശേഷം നമുക്ക് വേറൊരു മേഖലയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സാഹചര്യം വന്നാൽ ഞാൻ അന്നേരം ചിന്തിക്കും. പക്ഷേ കേരള കോൺഗ്രസിലേക്ക് ഒരു മടങ്ങിപ്പോക്കില്ല. മടങ്ങിപ്പോകുന്നത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാവരും കൂടി ഒരുമിച്ച് കേരള കോൺഗ്രസ് ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അന്നേരം ആലോചിക്കും. എന്തായാലും ജോസ് കെ മാണി എന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാവ് PT ജോസ് എന്ന ഈ 50 വർഷത്തിലേറെ കേരള കോൺഗ്രസിനൊപ്പം നിന്ന KM മാണി സാറിൻ്റെ അധ്വാനവർഗ സിദ്ധാന്തത്തിന് ഒപ്പം നിന്ന ആ നേതാവിനെ മനസ്സിലാക്കിയിട്ടില്ല എന്നേ നമുക്ക് ഈ സംഭാഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ അനുഭവ സമ്പത്ത് ആ പാർട്ടി ഇന്നും കൊണ്ടു നടന്നേനെ. എന്തായാലും ആ കാര്യത്തിൽ ജോസ് കെ മാണി ദുഃഖിക്കേണ്ടി വരും എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഒരു മുറിവേറ്റ ഹൃദയവുമായാണ് ഇത്രയേറെ അനുഭവ പരിചയമുള്ള KM മാണി എന്ന കേരള കോൺഗ്രസിൻ്റെ എല്ലാമെല്ലാമായ നേതാവ് ഒപ്പം നടത്തിയ, ഒപ്പം കൂട്ടിയ ആ നേതാവ് ഇന്ന് വേദനിക്കുന്നുണ്ടെങ്കിൽ അത് ജോസ് കെ മാണി എന്ന രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തെ തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. കേരള കോൺഗ്രസിൻ്റെ തുടക്കം ഈ മലബാർ മേഖലയിൽ എങ്ങനെയാണ് പാർട്ടി ഉണ്ടായത് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഈ പാരമ്പര്യമൊന്നും ജോസ് കെ മാണി എന്ന നേതാവിന് അറിയില്ലായിരിക്കും. ഒരുപക്ഷെ കേരള കോൺഗ്രസ് എന്ന പാർട്ടി ഇനിയും തുടർന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനൊപ്പമുള്ള പഴയ നേതാക്കളെ ഒപ്പം ചേർക്കാൻ മറന്നുപോകുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ആ പാർട്ടി ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് തന്നെയാണ് PT ജോസ് എന്ന ഏറ്റവും മുതിർന്ന നേതാവ് നൽകുന്നത്. വലിയ വാഗ്ദാനങ്ങൾ നൽകി മറ്റു പാർട്ടികൾ സമീപിച്ചപ്പോഴും അദ്ദേഹം അതിൽ നിന്നൊക്കെ മാറി നടന്നിട്ടുണ്ടെങ്കിൽ അധികാരത്തിന് വേണ്ടി ആയിരുന്നില്ല ഈ രാഷ്ട്രീയ സമീപനങ്ങളിൽ നിന്നൊക്കെ, രാഷ്ട്രീയ നിലപാടിൽ നിന്നൊക്കെ മാറി അദ്ദേഹം വീട്ടിൽ വിശ്രമിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരുപക്ഷെ ഒരു രാജ്യസഭ MPയേക്കാൾ വലിയ പദവികളൊക്കെ തന്നെ മറ്റു പാർട്ടികൾ അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ നമ്മളോട് വെളിപ്പെടുത്തി കഴിഞ്ഞു. എന്തായാലും തുടർന്ന് അങ്ങോട്ട് കേരള കോൺഗ്രസുകളുടെ ഏകീകരണം ഉണ്ടായാൽ ആ
രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും ചേരാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന കൂടിയുണ്ട് പി ടി ജോസ്. അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള യാത്രകൾക്ക്, അദ്ദേഹത്തിന്റെ അധ്വാനവർഗ സിദ്ധാന്തവുമായി ബന്ധപ്പെടുത്തിയ കർഷക കൂട്ടായ്മകളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ് കണ്ണൂർ വിഷൻ ഈ ഘട്ടത്തിൽ. ഇത്രയും നേരം കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ പി ടി ജോസിന് എല്ലാവിധ ഭാവുകങ്ങളും ഒരിക്കൽ കൂടി നേരുന്നു. അടുത്ത ഒരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.